ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും നാം ഒരുമിച്ച് പുതിയ വർഷത്തിന്റെ 2025 ആദ്യത്തെ കർത്തൃമേശയ്ക്കായിട്ട് കൂടിയിരിക്കുന്നു. ഇന്ന് ഈ ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം കാണുമ്പോൾ ഓരോ ദിവസവും നമ്മുടെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്ന എന്ന് മാത്രമല്ല, ഈ ലോകത്തിലെ പല ഭാഗങ്ങളിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കൊരു കാര്യം ഉറപ്പാക്കാൻ പറ്റും: കർത്താവിന്റെ വരവ് വളരെ അടുത്തിരിക്കുന്നു. അങ്ങനെ ബോധ്യമുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കർത്താവിന്റെ വരവിനായിട്ട് കൂടുതൽ ഉത്സാഹത്തോടെ, എരിവോടെ ഒരുങ്ങുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചോളം പ്രാധാന്യമുള്ള കാര്യം. കർത്താവ് മടങ്ങി വരുമ്പോൾ അവസാന നാളിൽ വിശ്വാസികൾക്ക് സംഭവിക്കുന്ന ആത്മീയ ശോഷണത്തെ സൂചിപ്പിക്കുന്ന 2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 2 വാക്യങ്ങളിൽ 2 കാര്യങ്ങളിൽ ഒരു ശോഷണം സംഭവിച്ചതായിട്ട് കാണുന്നു. ഒന്ന്, മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തില്. മത്തായിയുടെ സുവിശേഷം മതി അവിടെ ഒരു കാര്യം കാണുന്നു. അവസാന നാളില് ആത്മീയ ശോഷണത്തിന്റെ ഒരു ലക്ഷണം, ആത്മീയമായി ആളുകൾ അല്ലെങ്കിൽ വിശ്വാസികളുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന ഒരു കുറവായിട്ട് കണ്ടിരിക്കുന്ന ഒരു കാര്യമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്താണ്? അനേകരുടെയും സ്നേഹം തണുത്തു പോകും. അതുപോലെ തന്നെ വേറൊരു കാര്യത്തെക്കുറിച്ച് ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. കർത്താവ് ഒരു 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 വിഷമത്തോടെ പറയുന്ന പോലെ ഒരു വാക്യമാണത്. മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? അപ്പോൾ എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം എന്താ? മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം ഇല്ലെന്നല്ല, എന്നാൽ വളരെ അതിന്റെ ആ ശക്തിയൊക്കെ ശോഷിച്ചു പോയിരിക്കുന്നു എന്നുള്ളതാണ്. യഥാർത്ഥ വിശ്വാസം ഇല്ലാതെ, വിശ്വാസം എന്നുള്ള പേരിൽ പലതും നടക്കുന്നുണ്ടാവും, പക്ഷെ യഥാർത്ഥ വിശ്വാസമുണ്ടോ എന്ന് സംശയിക്കുന്ന രീതിയിലാണ് ആ ചോദ്യം. മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? ഈ 2 കാര്യങ്ങളും ഒരു വിശ്വാസ ജീവിതത്തിൽ വളരെ പ്രാധാന്യത്തോടെ കാണേണ്ട 2 കാര്യങ്ങളാണ്. എന്താ 2 കാര്യങ്ങൾ? സ്നേഹവും വിശ്വാസവും. സ്നേഹവും വിശ്വാസവും വളരെ ഗൗരവത്തോടെ അന്ത്യനാളിൽ കാണേണ്ട കാര്യങ്ങളാണ്. എന്നാൽ ഈ അന്ത്യനാളിൽ ഇതിനൊക്കെ ശോഷണം സംഭവിക്കുന്നതാണ് ദൈവം മുന്നറിയിപ്പായിട്ട് നമുക്ക് നൽകുന്നത്. ആ മുന്നറിയിപ്പിനെ നമ്മൾ ഗൗരവത്തോടെ കാണുന്നുണ്ടോ? നമുക്ക് പരിശോധിക്കാം. ഈ പകൽക്കാലം നമുക്ക് പരിശോധിക്കാം. നമ്മളുടെ ജീവിതത്തിലെങ്കിലും, ലോകത്തിലെല്ലാം സംഭവിക്കുമ്പോൾ നമ്മൾ എന്ത് വേണം? ഒരുക്കമുള്ളവരാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉറപ്പാക്കേണ്ട കാര്യം എന്താണ്? ഈ 2 കാര്യങ്ങളിലും നമ്മുടെ ജീവിതത്തിൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിൽ ഉണ്ടാകേണ്ട ആ അളവിൽ തന്നെ വർദ്ധിച്ചു വരേണ്ടതായിരിക്കുന്ന വിശ്വാസവും സ്നേഹവും നമ്മളിൽ കുറയുന്നുണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത്. കുറയുകയല്ല വേണ്ടത്. എന്താണ് വേണ്ടത്? നാളുകൾ കഴിയുന്തോറും അത് ദൈവാത്മാവിനാൽ നമ്മുടെ ഉള്ളിൽ അത് വർദ്ധിച്ചു വരേണ്ട കാര്യങ്ങളാണ്. ദൈവത്തോട് സ്നേഹവും വിശ്വാസവും വർദ്ധിച്ചു വരേണ്ട ഒരു കാര്യമാണ്. നമുക്കിത് പരിശോധിക്കാം. പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ വീണ്ടും ജനനത്തിന് ശേഷം നാളുകൾ കഴിഞ്ഞ് ഈ കാലഘട്ടത്തിൽ ഈ ദിവസം വന്ന് നിൽക്കുമ്പോൾ, ഈ 2025 മൂന്നാമത്തെ ഞായറാഴ്ച ദിവസം ഈ പകൽക്കാലത്ത് നമ്മൾ ഒരുമിച്ചായിരിക്കുമ്പോൾ നമുക്ക് പരിശോധിക്കാം. നമ്മുടെ ഓരോരുത്തരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ സ്നേഹവും വിശ്വാസവും ശോഷണമാണോ സംഭവിച്ചിരിക്കുന്നത്, അതോ വർധനമാണോ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് പരിശോധിക്കാം. മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റാനായിട്ട് പിശാച് ഉപയോഗിക്കുന്ന വലിയൊരു തന്ത്രമാണ് അവിശ്വാസം. വിശ്വസിക്കാതിരിക്കാനായിട്ട് പിശാച് നമ്മൾ ദൈവത്തെ വിശ്വസിക്കാതിരിക്കാന്നുള്ളത്, നമ്മൾ വിശ്വാസികൾ നടന്നാൽ കുഴപ്പമില്ല, നമ്മൾ ശരിയായ അർത്ഥത്തിൽ വിശ്വസിക്കാതിരിക്കുക എന്നുള്ളതാണ് പിശാചിന്റെ തന്ത്രം, ചതി. നമ്മളത് മനസ്സിലാക്കാതെ പോകുന്നു. എന്താണ് വിശ്വാസം എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. നമ്മൾ ഇവിടെ ഇരിക്കുന്നവരോട് ചോദിച്ചാൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ആരെങ്കിലും പറയുമോ ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന്? എല്ലാവരും വിശ്വാസികളാണ്, എല്ലാവരും വിശ്വസിക്കുന്നവരാണ്, എല്ലാവരും ദൈവത്തെ വിശ്വസിക്കുന്നവരാണോ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നവരാണ്. പക്ഷേ യഥാർത്ഥ വിശ്വാസത്തിന്റെ ആ വിശ്വാസം എന്ന് വെറുതെ പറച്ചിലല്ല, ആ വിശ്വാസത്തിന്റെ അനുഭവം എത്രത്തോളം നമ്മളിലുണ്ട് എന്നുള്ളതാണ് നമ്മൾ സത്യസന്ധമായിട്ട് പരിശോധിക്കേണ്ടത്. അല്ലാതെ വെറുതെ കേവലം വിശ്വാസി എന്ന് പറഞ്ഞാലല്ല, വിശ്വസിക്കുന്നതെന്ന് പറയുന്നതിലല്ല, അതിനപ്പുറം നമ്മുടെ ആ അനുഭവം, ആഴത്തിലുള്ള അനുഭവം എത്രത്തോളം ഉണ്ടോ എന്നുള്ളതാണ് ഈ പൽക്കാലം പരിശോധിക്കേണ്ടത്. ദൈവം
മുന്നറിയിപ്പ് നൽകുന്നത് നമുക്കറിയാം. എബ്രായലേഖനത്തിൽ വാക്യം പറയുന്നു, ഒരു അല്പം പോലും നിങ്ങൾ അവിശ്വാസമായി കഴിഞ്ഞാൽ അതിനെ പറയുന്നത് എങ്ങനെയാണ്? ഒരു ചെറിയ അളവിലെങ്കിലും വിശ്വാസം കുറഞ്ഞു പോയാൽ, അല്ലെങ്കിൽ അതിനെ അവിശ്വാസമായിട്ടാണ് മാറുന്നത്. വിശ്വാസം ഇല്ലെങ്കിൽ, വിശ്വാസത്തിൽ ഒരു അല്പം ക്ഷീണം സംഭവിച്ചാൽ അതെന്താണ്? അത് അവിശ്വാസം തന്നെയാണ്. ആ അവിശ്വാസത്തെ എബ്രായലേഖനത്തിൽ എങ്ങനെയാണ് വിളിക്കുന്നത്? അവിശ്വാസം ഉള്ളതിനെ എങ്ങനെയാണ് വിളിക്കുന്നത്? ദുഷ്ടഹൃദയം. ഇതെല്ലാം എല്ലാവർക്കും അറിയാം, നമുക്ക് അറിവായിട്ട് നമുക്കറിയാം. ദുഷ്ടഹൃദയം എന്നാണ് വിളിക്കുന്നത്. ആ വാക്യം എല്ലാവർക്കും അറിയാമല്ലോ. എബ്രായലേഖനം 2-ാം അധ്യായം 3-ാം അധ്യായം 3:10-12. ദുഷ്ടഹൃദയം നോക്കുകയും 12 അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം. അപ്പോൾ അവിശ്വാസം വന്നു കഴിഞ്ഞാൽ അത് ദുഷ്ടഹൃദയം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേ എബ്രായലേഖനത്തിൽ തന്നെ വേറൊരു കാര്യം പറയുന്നുണ്ട്. വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന ഒരു അനുഗ്രഹമായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? വിശ്വസിക്കുന്നവരാണ് സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുന്നത്. നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന ഒരു കാര്യം അതാണ്, അല്ലേ? നിത്യതയിൽ കർത്താവിനോടുകൂടി സ്വസ്ഥമായ ഒരു ജീവിതം, സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കേണ്ടത്. അതാരാണ്? അത് വിശ്വസിക്കുന്നവർക്ക് മാത്രമേ അത് ലഭിക്കുകയുള്ളൂ. വിശ്വസിക്കുന്നവർക്ക് മാത്രമാണ് അത് വച്ചിരിക്കുന്നത്. അത് ആ വാക്യം എബ്രായലേഖനം 4-ാം അധ്യായത്തിലല്ലേ, 4 തന്നെയാണ്. 4 ആദ്യത്തെ വാക്യം തന്നെ അതാണ്. അതുകൊണ്ട് സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കാനുള്ള വാഗ്ദാനം നിങ്ങൾക്ക് ആർക്കും ലഭിക്കാതെ പോയത് വരാതിരിക്കാൻ നിങ്ങൾ. അപ്പൊ അതിന്റെ 3-ാം വാക്യത്തിലാണ് വിശ്വസിച്ചവരായ നാമാണ് ആ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുന്നത്. 3-ന്റെ അവസാന വാക്യത്തിലും പറയുന്നുണ്ട്, അവിശ്വാസ നിമിത്തം അവർക്ക് പ്രവേശിക്കാൻ സാധിച്ചില്ല എന്ന് പറയുന്നുണ്ട്. അവിശ്വാസ നിമിത്തം അവർക്ക് പ്രവേശിക്കാൻ സാധിച്ചില്ല. ഇത് പറയുന്ന ആരെ കുറിച്ചാണെന്നറിയാവോ? നമുക്ക് താരതമ്യം ചെയ്യാമല്ലോ. നമുക്ക് വളരെ വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഒരു പൂർവികരാണ് അവര്. ആരാണ്? നമ്മൾ പുതിയ നിയമ ഇസ്രായേൽ എന്ന് വിളിക്കുമ്പോൾ പഴയ ഇസ്രായേൽ മക്കൾ, അവരെ കുറിച്ചാണ്, അവരുടെ ആ പ്രവൃത്തിയെ കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ടാണ് എബ്രായലേഖനം ഇവിടെ പറയുന്നത്. അവർക്ക് സ്വസ്ഥതയിലേക്ക് പ്രവേശിച്ചില്ല എന്നുള്ളത്. എന്താണ്? അവർക്ക് വളരെയധികം ദൈവത്തിന്റെ പ്രവൃത്തി അനുഭവിച്ചവരായിരുന്നു ഇസ്രായേൽ മക്കൾ. ദൈവത്തിന്റെ അത്ഭുതകരമായ നടത്തിപ്പുണ്ടായിരുന്നവരാണ്. അവർക്ക് എന്തെല്ലാം കിട്ടിയവരാണ്. പക്ഷേ അവസാനം അവർക്ക് പലർക്കും, അവരിൽ 2 പേര് വെച്ച് ബാക്കി ആർക്കും സ്വസ്ഥതയിൽ കനാനിലേക്ക് പ്രവേശിക്കാൻ സാധിച്ചില്ല. നമുക്കറിയാം ആ കഥ, എല്ലാവർക്കും അറിയാം. ഒറ്റ വാക്യത്തിൽ ആ സംഭവത്തെ കുറിച്ച് വളരെ ചുരുക്കിയാണെങ്കിൽ നമുക്ക് ആവർത്തന പുസ്തകം 1-ാം അധ്യായത്തിന്റെ 25 മുതലുള്ള വാക്യത്തിൽ നമുക്ക് അവരുടെ കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ അതിന്റെ 30-31 മുതലുള്ള വാക്യം ഒന്ന് വായിക്കാം. ഒരു മനുഷ്യൻ, അതാണ് എങ്ങനെയാണ് അവരെ കൊണ്ടുവന്നെന്നുള്ളതിനെ ഏറ്റവും ചുരുക്കി അവിടെ പറഞ്ഞിരിക്കുന്നു. തന്റെ മകനെ വഹിക്കുന്ന പോലെ നിങ്ങൾ ഇവിടെ എത്തുവോളം ദൈവമായ യഹോവ മരുഭൂമിയിൽ നിങ്ങളെ, വഴിയിലല്ല, മരുഭൂമിയിലാണ്, മരുഭൂമിയിൽ കൂടെ എല്ലാ വഴികളിലും വഹിച്ചു. ഇതെല്ലാമായിട്ടും ഇതെല്ലാമായിട്ടെന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് കൊടുത്ത എല്ലാ കാര്യങ്ങളും നമുക്കറിയാലോ. അവരുടെ നടത്തിപ്പിലെല്ലാം എന്തെല്ലാം അത്ഭുതങ്ങളാണ് നടന്നത് അവരുടെ ജീവിതത്തിൽ. ഇതെല്ലാമായിട്ടും നിങ്ങളുടെ ദൈവമായ യഹോവയെ നിങ്ങൾ വിശ്വസിച്ചില്ല. അതുകൊണ്ടാണ് അവർ പറയുന്നത് നിങ്ങളുടെ അതുകൊണ്ട് പിന്നെ താഴോട്ട് പറയുന്നുണ്ട്, അവ യഹോവയെ പൂർണ്ണ. അതുകൊണ്ട് യെഫുന്നെയുടെ മകനായ കാലേബും നിങ്ങളുടെ കാലേബ് ഒഴികെ പുരുഷന്മാരാരും പിതാക്കന്മാർ വാഗ്ദാനം ചെയ്ത നല്ല ദേശം കാണുകയില്ല. നമുക്കറിയാം ആ സംഭവം എന്നാന്നറിയാം. അവരെ ഉറ്റുനോക്കാൻ പോയപ്പോൾ അത് സംഖ്യാപുസ്തകത്തിലാണ് അത് കാണുന്നത്. സംഖ്യാപുസ്തകം സംഖ്യാപുസ്തകം 13-ാം അധ്യായത്തിലാണ് അവർ പോകുന്നത്. പോയിട്ട് പോകുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട് അവിടെ. അവരെ ഉറ്റുനോക്കാൻ പോയി വന്നിട്ട് അവരെല്ലാരും അവിടെ
വന്ന് അവിടുത്തെ ആളുകളെ കുറിച്ച്, അവർ മല്ലന്മാരെ കണ്ടു, ഞങ്ങൾ ഒരു വെട്ടുകളികളാണെന്ന് തോന്നി എന്നൊക്കെയാണ് 13-ാം അധ്യായത്തിന്റെ അവസാന വാക്യത്തിൽ അവർ ഒറ്റുനോക്കിയ ദേശത്തെ കുറിച്ച് ഇസ്രായേലിയർ അവരവിടെ വന്ന് പറഞ്ഞ കാര്യമൊക്കെ നമ്മളവിടെ 13-ാം അധ്യായത്തിന്റെ അവസാന വാക്യങ്ങളിൽ കാണാം. എന്നാൽ അവിടെ രണ്ടുപേര് മാത്രം വ്യത്യസ്തമായ രീതിയിലായി അതിനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. അവരവിടെ പോയി കണ്ട, അവരെല്ലാവരും ഒരേ കാഴ്ചയാണ് കണ്ടെങ്കിലും രണ്ടുപേര് മാത്രം. അത് വരുന്നത് 14-ാം അധ്യായത്തിലാണ്. 14-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ, 5-ാം വാക്യം മുതൽ അനന്തരം മോശയും യോഹാനും അവിടെ കൂടി ഇസ്രായേൽ സഭയുടെ മുമ്പിൽ കവന്നു ദേശം ഒറ്റ നോക്കാം. 6-ാം വാക്യം മുതൽ, ദേശം ഒറ്റ നോക്കുവാൻ പോയവരിൽ നൂന്റെ മകനായ യോശുവയും യെഫുന്നയുടെ മകനായ കാലേബും തങ്ങളുടെ വസ്ത്രം കീറി ഇസ്രായേൽ സഭയോട് പറഞ്ഞത്, ഞങ്ങൾ സഞ്ചരിച്ച് ഉറ്റുനോക്കിയ ദേശം ഏറ്റവും നല്ലത്. യഹോവ നമ്മിൽ പ്രസാദിക്കുന്നുവെങ്കിൽ അവിടുന്ന് പാലും തേനും ഒഴുകുന്ന ദേശമായ ആ ദേശത്തേക്ക് നമ്മളെ കൊണ്ടുവന്ന് അത് നമുക്ക് തരും. അവർ മാത്രം വിശ്വാസത്തിന്റെ വാക്കുകൾ ഏറ്റുപറഞ്ഞു, മറ്റുള്ളവരെല്ലാം സംശയിച്ചു. പ്രിയമുള്ളവരെ, നമ്മൾ ഈ വിശ്വാസത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ ഇരുന്ന് സഭായോഗത്തിൽ ഇരിക്കുമ്പോൾ പറയുന്ന വിശ്വാസത്തെ കുറിച്ചല്ല പറയുന്നത്. ഒരു പ്രത്യേക സാഹചര്യത്തിലേക്ക് ശത്രുവിനെ കാണുമ്പോൾ, വലിയ ഭയങ്കരമായിട്ടുള്ള ഒരു ശോധനയുടെ നടുവിൽ നിൽക്കുമ്പോൾ, നമ്മൾ പ്രതീക്ഷിക്കാത്ത പോലെ ചില സംഭവങ്ങൾ നടക്കുമ്പോൾ അവിടെ ഭയന്ന് നിൽക്കാതെ, സംശയിച്ചു നിൽക്കാതെ, സർവാധികാരിയും പരമാധികാരിയും സകലത്തിന്റെ അധിപതിയും നിയന്ത്രിക്കുന്നവനുമായ രാജാതിരാജാവായ സർവശക്തനായ ദൈവത്തിന്റെ മകനാണ് ഞാൻ എന്നുള്ള ഉറച്ച വിശ്വാസത്തോടെയും ധൈര്യത്തോടെയും എനിക്ക് വേണ്ടിയിട്ട് കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന, എന്നെ ഇതുവരെ നടത്തിയ, നമ്മൾ ഇസ്രായേൽ മക്കളെ കുറിച്ച് പറഞ്ഞ പോലെ, ഇതുവരെ എന്നെ കൊണ്ടുവന്ന ദൈവം ഇനിയും എന്നെ മുന്നോട്ട് നടത്തുമെന്നുള്ള വിശ്വാസത്തോടെ ധൈര്യമായിട്ട് നിൽക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അതാണ് പരിശോധിക്കേണ്ടത്. അത്തരത്തിൽ നമുക്ക് വിശ്വാസം ഉണ്ടോ? എന്നാൽ അവിടെയാണ് വിശ്വാസത്തിന്റെ ശോഷണം എന്ന് പറഞ്ഞത് സംഭവിക്കുന്നത്, വിശ്വാസികളുടെ ഇടയിൽ തന്നെ. വീണ്ടും ജനിച്ചുള്ള സമയത്ത് തുടക്കത്തിൽ നമുക്ക് ഭയങ്കര എരിവും തീക്ഷ്ണതയൊക്കെ ആയിരിക്കും. കുറച്ച് നാളുകൾ കഴിയുമ്പോൾ, ചില ശോധനകൾ വരുമ്പോൾ, കുറെ നാൾ മുന്നോട്ട് പോയി കഴിയുമ്പോൾ പല അനുഭവങ്ങളും അറിവുകളും നമുക്കുണ്ടാവും. ആത്മീയമായിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ ഉണ്ടാവും. നമുക്ക് ഭക്തിയുടെ ഒരുപാട് വേഷഭാവങ്ങൾ ഉണ്ടാവും. പക്ഷെ വിശ്വാസം എന്ന് പറയുന്നത് ഒരു ശോധനയുടെ നടുവിൽ, ഒരു പ്രശ്നത്തിന്റെ നടുവിൽ നമ്മൾ എങ്ങനെ നിൽക്കുന്നു എന്നുള്ളിടത്താണ് തിരിച്ചറിയുന്നത്. അവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അതാണ് കർത്താവ് നോക്കുന്നത്. കർത്താവിന് പ്രസാദകരമായ വിശ്വാസം എന്ന് പറയുന്നത് ശോധനയുടെ നടുവിൽ ധൈര്യത്തോടെ നിൽക്കുന്നതാണ് കർത്താവിനെ പ്രസാദിപ്പിക്കുന്ന വിശ്വാസം. എങ്ങനെയാ പറയുന്നത്? കർത്താവ് വിശ്വാസത്താൽ അല്ലാതെ, എബ്രായരുടെ വാക്യം, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. ദൈവത്തിന് പ്രസാദം തോന്നണമെങ്കിൽ ഈ ശോധനയുടെ നടുവിൽ ധൈര്യത്തോടെ നിൽക്കുന്ന വിശ്വാസം പ്രകടിപ്പിക്കുമ്പോഴാണ് ദൈവത്തിന് നമ്മളിൽ പ്രസാദം ഉണ്ടാകുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. പ്രിയമുള്ളവരെ, അതാണ് പരിശോധിക്കേണ്ടത്. നമുക്ക് വെറുതെ ഇങ്ങനെ ഇരുന്ന് പറയാം വിശ്വാസികളാണെന്ന്. പക്ഷെ നമ്മുടെ ഏറ്റുപറച്ചിൽ എപ്രകാരമാണെന്നുള്ളത്, എന്താണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? വാസ്തവത്തിൽ എന്താണ് നമ്മുടെ അവിശ്വാസം? അവിടെയാണ് എന്താണ് നമ്മൾ അവിശ്വാസം നമ്മൾ വിശ്വസിക്കണമെന്ന് പറയുന്നു. എന്താണ് വിശ്വസിക്കേണ്ടത്? നമ്മൾ പറഞ്ഞ വാക്യങ്ങളെല്ലാം വിശ്വാസത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണെങ്കിൽ എന്താണ് നമ്മൾ വിശ്വസിക്കേണ്ട കാര്യം? ഒരു ഉത്തരവില്ല. എന്താണ് വിശ്വസിക്കേണ്ടത്? ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണം. അത് പിശാച് വിശ്വസിക്കുന്നത് യാക്കോബ് പറയുന്നുണ്ട്. ദൈവം എന്ന പിതാവാണ്, അത് വസ്തുതയാണ്. പിന്നെ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ വിശ്വസിക്കേണ്ട കാര്യം എന്താ? സ്ഥലത്തെ നിയന്ത്രിക്കുന്നു, അതൊക്കെ ശരി. പക്ഷെ നമുക്ക് ഓരോ ദിവസം വിശ്വസിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ്? ഓരോ ദിവസം നമ്മൾ വിശ്വസിക്കേണ്ടെന്നല്ല, വിശ്വസിച്ച് അനുഭവിച്ച് ജീവിക്കേണ്ട ചില കാര്യമുണ്ട്. എവിടെ നിന്നാണ് കിട്ടുന്നത്? അപ്പൊ ഒരു ക്ലൂ തരാം. എവിടെ നിന്നാണ് അത് കിട്ടുന്നത്? വിശ്വസിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്? സന്ദീപ് പറഞ്ഞു ഉത്തരം പറ. വചനമാണ്. ദൈവത്തിന്റെ വചനത്തിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. ഇതിനെയാണ് പിശാച് ആദ്യം പോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, പിശാച് നമ്മളെ ചതിക്കുന്നത്, നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റാനായിട്ട് സംശയം കൊണ്ടുവരുന്നെന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല. ദൈവം ഉണ്ടെന്ന് വിശ്വസിച്ചോളാൻ പറയും. പക്ഷെ നിങ്ങൾ ദൈവത്തിന്റെ വചനമായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന വേദപുസ്തകത്തിലെ ഓരോ വാക്യങ്ങളും അതിൽ കൽപ്പനകളുണ്ട്. കൽപ്പനകളെ അനുസരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയും. വാഗ്ദാനങ്ങളുണ്ട്. അത് വിശ്വസിപ്പിക്കത്തില്ല, അത് അങ്ങനെ ഒന്നും സംഭവിക്കത്തില്ല എന്ന് പറയും. ഇങ്ങനെയുള്ള പിശാചിന്റെ ചതിയാണ് നമ്മളെ ആ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നത്. പിശാച് ശ്രമിക്കും. ഇന്നലെ ഞങ്ങളൊരു സന്ദേശം കേട്ടപ്പോൾ അതിനകത്ത് ഇന്നലെ വചനത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചുള്ള സന്ദേശമായിരുന്നു നമ്മൾ കേട്ടത്. അതിനകത്ത് പറഞ്ഞൊരു കാര്യം, അത് നമുക്ക് എല്ലാവർക്കും അറിയാത്ത കാര്യമാണ്. പിശാച് ആദ്യം തന്നെ മനുഷ്യനോട് ചോദിച്ച ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? നിങ്ങൾ വാസ്തവമായിട്ടും അത് എന്തിനെ കുറിച്ചാണ് ചോദിച്ചത്? ദൈവവചനത്തെ കുറിച്ചാണ്, ദൈവം പറഞ്ഞതിനെ കുറിച്ചാണ്. അത് തന്നെയാണ് ദൈവം അന്ന് ആദാമിനോട് പറഞ്ഞ പല കാര്യങ്ങൾ. പക്ഷെ ഇന്ന് നമ്മളോട് പറഞ്ഞ പല കാര്യങ്ങളും എവിടെ ഇരിക്കുന്നു?
നമ്മളോടുള്ള കാര്യങ്ങൾ, ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ എവിടെ ഇരിക്കുന്നത്? ബൈബിളിൽ, വേദപുസ്തകത്തിൽ. ഈ വചനമാണ്. ഇത് ആദ്യം മുതൽ അവസാനം വരെയുള്ള ദൈവത്തിന്റെ പ്രമാണങ്ങളാണ്. അതിനകത്ത് കൽപ്പനകളുണ്ട്, വാഗ്ദാനങ്ങളുണ്ട്, മുന്നറിയിപ്പുകളുണ്ട്, ശാസനയുണ്ട്. ഇതെല്ലാം അടങ്ങിയിരിക്കുന്ന ദൈവത്തിന്റെ വചനത്തിലുള്ള നമ്മുടെ വിശ്വാസത്തെയാണ് പരിശോധിക്കുന്നത്. പിശാച് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ പ്ലാന്റ് ചെയ്തിരിക്കുകയാണ്. അതിനുള്ളിൽ അങ്ങ് ഇതിപ്പം പിശാച് ഓരോ ദിവസം വന്ന് അവോയ്ഡ് ചോദിച്ച പോലെ ചോദിക്കേണ്ടതൊന്നും ആവശ്യമില്ല. എന്താ കാര്യം? നമ്മുടെ ഉള്ളിൽ അത് ഇങ്ങനെ അത് പിടിപ്പിച്ചു വെച്ചു പിശാച്. അത് ജയിച്ചു അവിടെ പോയി. എന്താണ്? ഓരോ സ്ഥലത്ത് വായിക്കുമ്പോഴത്തേക്ക് നമ്മൾ അറിയാതെ ഒരു ചോദ്യം നമ്മളിൽ നിന്ന് തന്നെ ഈ വായിച്ചു വിട്ടുന്നു. പക്ഷെ ഇത് ശരിയാണോ? വാസ്തവാണോ? ഇത് ശരിക്കും ഇതങ്ങനെയൊക്കെ തന്നെയാണോ എന്നുള്ളൊരു സംശയം അറിയാതെ നമ്മുടെ ഉള്ളിൽ വരുന്നു. അതിന്റെ തെളിവ് എന്താണെന്നറിയാമോ? പലപ്പോഴും വലിയ കാര്യമായിട്ടൊക്കെ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ ഈ സഭായോഗം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തന്നെ അതിനെ അനുസരിക്കാതിരിക്കുന്നു. ഒരു ഉദാഹരണം ഞാൻ എപ്പോഴും പറയുന്നതാണ്. ഭാര്യ-ഭർത്തൃ ബന്ധത്തിലുള്ളതായതുകൊണ്ട് അതും ഭാര്യ ഭർത്താക്കന്മാർക്ക് സഭായോഗം കഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ തന്നെ ഭർത്താവ് ഒരു കാര്യം പറയുമ്പോഴത്തേക്ക് ഭാര്യ നേരെ ഓപ്പോസിറ്റായിട്ട് പറഞ്ഞ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ വിചാരിച്ചാൽ മതി. ആ കേട്ട കാര്യം എവിടെ പോയി? അവിടെ തന്നെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായെങ്കിൽ ഭർത്താവിന്റെ വാക്കുകൾക്ക് നമുക്ക് ഇന്ന് അങ്ങോട്ട് പോയത് ആരിപ്പാട്ട് ബസ് കയറണം, അവിടെ സൂപ്പർ ഫാസ്റ്റ് പോയത് ഒരു തർക്കം അവിടെ ഉണ്ടായെങ്കിൽ ഭാര്യ പറയുന്നത് നമുക്ക് ലോക്കലെ കയറി അരിപ്പാട്ട് ഇറങ്ങണം, ഭർത്താവ് പറയുന്നല്ല നമുക്ക് ഇവിടെ ഇന്ന് ഫാസ്റ്റ് കിട്ടുമെന്ന് പറയുന്നു. തർക്കം ഉണ്ടായിട്ടുണ്ടോ? അവിടെ ആർക്ക് കീഴടങ്ങി? അങ്ങനെയുള്ള ഞാൻ ചെറിയ ചെറിയ കാര്യങ്ങളാണ് പറഞ്ഞത്. അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ കേട്ട കാര്യങ്ങളെ നമ്മൾ വേണ്ട ഗൗരവത്തോടെ എടുക്കുന്നില്ല എന്നുള്ളത് അത് അവിശ്വാസം കൊണ്ടാണെന്നുള്ളതിന് ഞാൻ പറയാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ സഭായോഗത്തിലിരുന്ന് കേട്ട് കണ്ണുനീരോടെ ഏറ്റുപറയൊക്കെ ചെയ്യും. പക്ഷെ അടുത്ത ദിവസമല്ല, അന്ന് തന്നെ വീട്ടിൽ ചെന്ന് നമ്മുടെ വീട്ടിലൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഈ കാര്യമെല്ലാം മറന്നുകൊണ്ടുള്ള അനുഭവം, മറന്നുകൊണ്ടുള്ള പെരുമാറ്റമാണ് നമ്മളിൽ നിന്നുണ്ടാകുന്നതെങ്കിൽ ഈ കാര്യത്തിൽ എന്ത് സംഭവിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത് എന്താണ്? കേട്ട വചനങ്ങളെല്ലാം കേവലം എനിക്ക് അറിവ് മാത്രമാണ്, വിശ്വാസമല്ല. ഞാനത് വിശ്വസിക്കുന്നില്ല. വിശ്വസിക്കുകയാണെങ്കിൽ ഇത് ദൈവത്തിന്റെ വചനമാണെങ്കിൽ ഞാൻ അതിന് ഗൗരവം കൊടുക്കത്തില്ലേ? ദൈവത്തിന്റെ വചനമാണെങ്കിൽ ഞാൻ അത് അനുസരിക്കത്തില്ലേ? ദൈവത്തിന്റെ വചനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ നിസ്സാരമായിട്ട് തള്ളിക്കളയുവോ? ദൈവത്തിന്റെ വചനമാണെന്ന് വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടാണ് അതവിടെ സഭായോഗത്തിന് കേട്ട കാര്യം ജീവിതത്തിൽ എങ്ങനെയും ആകാമെന്നുള്ള ഒരു രീതിയിലേക്ക് നമ്മൾ പോകുന്നത്. പിശാച് നമ്മുടെ ഉള്ളിൽ എല്ലാത്ത രീതിയിൽ നമ്മൾ ചതിക്കുന്നതുകൊണ്ടും ആ സംശയം കൊണ്ട് വെച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആഴത്തിൽ അനുഭവിക്കാം. വിശ്വാസം എന്ന് പറയുന്നത് ഈ വചനത്തിലുള്ള വിശ്വാസമാണ്. വെറുതെ വിശ്വാസം എന്ന് പറഞ്ഞാൽ പോരാ. ദൈവവചനത്തിലുള്ള വിശ്വാസമായിരിക്കണം. അത് നമ്മളെ സാഹചര്യങ്ങളുടെ നടുവിൽ വരുമ്പോൾ നമ്മളെ സ്വസ്ഥരായിട്ട് നിർത്തും. അവരാണ് സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുന്ന പറയുന്നത്. നമ്മൾ ഈ ജീവിതത്തിൽ തന്നെ ഉള്ള സ്വസ്ഥത അനുഭവിക്കും. സത്യസന്ധമായിട്ട് വിശ്വാസത്തിൽ വചനത്തെ അനുസരിക്കുകയാണെങ്കിൽ, വചനത്തെ അനുഭവിക്കുകയാണെങ്കിൽ, വചനം അനുഭവിക്കുകയാണെങ്കിൽ നമ്മൾ ഈ തലമുറയിൽ തന്നെ, ഈ ജീവിതത്തിൽ തന്നെ നമ്മൾ സ്വസ്ഥത അനുഭവിക്കും. ഈ ജീവിതത്തിൽ തന്നെ സ്വസ്ഥത അനുഭവിക്കുന്നില്ല എങ്കിൽ അതിന്റെ അർത്ഥം വചനത്തെ നമ്മൾ വേണമെന്ന് വിശ്വസിക്കുന്നില്ല. നമുക്ക് ഏറ്റു പറയാൻ പറ്റും, വിശ്വസിച്ച ദാവീദ് പറഞ്ഞതുപോലെ ഏത് സാഹചര്യത്തിലാണ് കൂരിലും താഴ്വരയിൽ കൂടെ നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. അതുപോലെ എന്റെ തീരുമാനം വിശ്വാസാൽ ജീവിക്കുമെന്ന് പറഞ്ഞ ഹബക്കൂക്ക് പ്രവാചകൻ പറഞ്ഞ പോലെ എല്ലാ സംഭവങ്ങളും നെഗറ്റീവായിട്ടിരിക്കുമ്പോൾ തന്നെ ഹബക്കൂക്ക് പറഞ്ഞത് എങ്ങനെയാണ്? ഞാൻ എന്റെ യഹോവയിൽ എല്ലാവർക്കും അറിയാവുന്ന, നമ്മൾ പലപ്പോഴും വായിക്കുന്നതായതുകൊണ്ട് ഞങ്ങൾ പലപ്പോഴും വായിക്കുന്ന ഒരു ഭേദഭാവമാണ്. അവിടെ എല്ലാം നെഗറ്റീവായിട്ടല്ല, ഒന്നും നടക്കുന്നില്ല, അത്യാവശ്യം നടക്കുന്നില്ല, അങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷം ഹബക്കൂക്കിന്റെ ഏറ്റുപറച്ചിലാണ് എങ്കിലും ഞാൻ എന്റെ യഹോവയിലാണ് നിൽക്കും, സർവ്വബലനായ യഹോവ എന്റെ ബലമാകുന്നു. ഇത് പറയാനായിട്ട് ഇതാണ് വിശ്വാസത്തിന്റെ വാക്കുകൾ. പ്രിയമുള്ളവരെ, ഇതാണോ നമ്മളുടെ വിശ്വാസം എന്നുള്ളതാണ് ഈ പകൽക്കാലം പരിശോധിക്കേണ്ടത്. വചനം അറിവായിട്ടിരിക്കാനല്ല. നമ്മൾ ഇന്ന് കഴിഞ്ഞ ആഴ്ചത്തെ മെമ്മറി വേർഡ്സിൽ നമ്മൾ വായിച്ച എന്താണ്? ഇപ്പൊ വായിച്ചായിരുന്നു യോശുവ ഈ ന്യായപ്രമാണം എന്ന് പറയുന്നത് ബൈബിളിൽ നിന്ന് മുഴുവൻ എടുക്കുക. ഇത് പഴയ നിയമത്തിലായതുകൊണ്ട് അവരവിടെ ന്യായപ്രമാണം എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ ന്യായപ്രമാണത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്. യോശുവ 1:8 ഇങ്ങനെയാണ്: ഈ ന്യായപ്രമാണ പുസ്തകത്തിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോരുത്,
അതിൽ എഴുതിയിരിക്കുന്നതൊക്കെയും ശ്രദ്ധാപൂർവം ചെയ്യേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചു വേണം. ഈ ശ്രദ്ധാപൂർവം ചെയ്യേണ്ടതിന് നീ ധ്യാനിച്ചു വേണം. ഇത് ഞാൻ ഇന്ന് വായിച്ചപ്പോഴത്തേക്ക് ഓർത്തു, നിന്റെ വായിൽ നിന്ന് നീങ്ങി പോരുന്നത് ചിലപ്പോൾ കുറച്ചുകൂടെ എളുപ്പമാണ്. നമുക്കൊക്കെ വർത്താനം പറയാൻ വായിൽ നിന്ന് നീങ്ങി പോകുന്നില്ലായിരിക്കും. കാണാതൊക്കെ പറയാനറിയാം, അല്ലെങ്കിൽ കുറെ ആരോടെങ്കിലും ഒക്കെ പറയാനറിയാം, വാക്യങ്ങളായിട്ട് നമുക്ക് ഏറ്റുപറയാനും അറിയാം. വായിൽ നിന്ന് നീങ്ങി പോകാതിരിക്കാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. പക്ഷെ ഇത് അത് കഴിഞ്ഞ് പറഞ്ഞിരിക്കുന്നത് എന്താ? അത് നീ എന്തിനു വേണ്ടിയിട്ടാ? ധ്യാനിച്ചോണ്ടിരുന്നോണ്ട് കാര്യമില്ല. എന്തിനു വേണ്ടിയിട്ടാ ധ്യാനിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്? അതാണ് ശ്രദ്ധിക്കേണ്ടത്. എന്താണ്? എന്തിനാ? അത് ശ്രദ്ധാപൂർവം ചെയ്യേണ്ടതിന്. പല ട്രാൻസ്ലേഷനിൽ ശ്രദ്ധാപൂർവം ചെയ്യേണ്ടതിന് തന്നെയല്ലേ? അല്ല, മലയാളത്തില് പ്രമാണിച്ചത്, വെറുതെ പ്രമാണിച്ചതേ ഉള്ളു. ശ്രദ്ധാപൂർവം എന്നുള്ളൊരു വാക്കില്ല അല്ലെ? ശ്രദ്ധയോടെ പ്രമാണിച്ച് നടക്കേണ്ടതിന്, അതായത് ഒട്ടും വിടാതെ, ഒട്ടും ഗൗരവം കുറയ്ക്കാതെ, ഒരു അല്പം പോലും കുറയ്ക്കാതെ അത് പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ അത് ധ്യാനിക്കണം എന്നാണ്, രാപകൽ ധ്യാനിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് ആ വാക്യം. അപ്പൊ ഈ മെമ്മറി വേർഡ്സും ശ്രദ്ധാപൂർവ്വം വരാതിനകത്തുണ്ട്. നമ്മുടെ പഴയ മലയാളം ട്രാൻസ്ലേഷൻ അതില്ല. എഴുതിയിരിക്കുന്നത് പോലെയൊക്കെയും അതുകൊണ്ട് ശ്രദ്ധാപൂർവം പ്രമാണിച്ച് നടക്കണം. പ്രിയമുള്ളവരെ, ഞാൻ ഈ നിർത്തട്ടെ. വിശ്വാസത്തെ കുറിച്ച് പറഞ്ഞ എന്റെ ഗൗരവം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് വിശ്വാസമുണ്ടെന്ന് പറയുമ്പോൾ തന്നെ വിശ്വാസം ഉണ്ടാകണം എന്നുള്ളത് എവിടെ നിന്നാണെന്നുള്ളതാണ് ഒന്നുകൂടെ പറഞ്ഞു. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നില്ല, വിശ്വസിച്ചതിന് മാത്രമേ സ്വസ്ഥയിലേക്ക് പ്രവേശിക്കത്തുള്ളൂ. ഇതൊക്കെ വിശ്വാസത്തെ സംബന്ധിച്ചുള്ള വസ്തുതകളായിരിക്കെ നമ്മൾ അനുഭവിക്കേണ്ട വിശ്വാസം എന്താണെന്നുള്ളത് കൂടെയാണ് ഞാൻ പറഞ്ഞു വെച്ചത്. അതാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ടത്, ഈ പൽക്കാലം മനസ്സിലാക്കേണ്ടത്. അത് വിശ്വസിക്കേണ്ടത് എന്താണ്? വിശ്വസിക്കേണ്ടത് ദൈവത്തിന്റെ വചനമാണ്. ദൈവം നമുക്ക് നൽകിയ വചനമാണ്. അതിനെയാണ് പിശാച് നമ്മളെ ചതിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ശരിയാണോ എന്ന് ചോദിച്ചുകൊണ്ടാണ് പിശാച് നമ്മളെ ചതിക്കുന്നത്. നമുക്ക് ഉറപ്പായിട്ടും നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് 100% ധൈര്യം നൽകേണ്ടത് ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്ന വാഗ്ദാനങ്ങൾ, ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്ന കൽപ്പനകൾ പ്രമാണിച്ചുകൊണ്ടും, ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്ന വാഗ്ദാനങ്ങൾ വിശ്വസിച്ചുകൊണ്ടും, അങ്ങനെയാണ് നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കുകയും നമ്മൾ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നത് എന്നുള്ളത് തിരിച്ചറിയാം. ഈ അനുഭവം എത്രത്തോളം സത്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളത് ഈ ആൾക്കാർ പരിശോധിക്കാം. വെറുതെ വിശ്വാസികളെന്നുള്ള പേരിലിരിക്കാനല്ല, വിശ്വാസത്തിന്റെ അനുഭവം എത്രത്തോളം നമ്മളിലുണ്ട്. വ്യത്യസ്തമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ആ സാഹചര്യങ്ങൾക്ക് നടുവിൽ നിൽക്കുമ്പോൾ ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ നമ്മളെ അവിടെ സഹായിക്കുന്നുണ്ടോ? ഓരോ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിന് നമ്മളെ ഉത്സാഹിപ്പിക്കുന്ന ദൈവത്തിന്റെ വാഗ്ദാനം അവിടെ ഉണ്ട്. അല്ലെങ്കിൽ നമ്മളൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളെ തിരുത്തുന്ന ദൈവത്തിന്റെ കൽപ്പനകൾ അവിടെ ഉണ്ട്. നമ്മളെ അതിനുള്ള വഴി നടത്തുന്ന ദൈവത്തിന്റെ നിർദ്ദേശങ്ങൾ നമുക്ക് വചനത്തിലുണ്ട്. ഇതൊക്കെ നമ്മൾ അനുഭവിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത്. ഇതൊന്നും നടക്കുന്നില്ലെങ്കിൽ പിന്നെ വിശ്വാസം എന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല. വചനം നമുക്ക് വെറുതെ ഒരു ബുക്കായിട്ടിരിക്കുന്നു. വചനം നമ്മുടെ വിശ്വാസത്തിന്റെ അനുഭവമായിട്ടില്ല എന്നുള്ളത് നമുക്ക് ഏറ്റു പറയാം. നമുക്കിന്നത് ഒരു പുതിയ അനുഭവമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തുടക്കമാക്കി അതിനെ തീർക്കാം. ദൈവാത്മാവ് നമ്മളോട് ഇന്ന് പറയുന്നു. ഈ അന്ത്യകാലത്ത് വിശ്വാസം കണ്ടെത്തുമോ എന്ന് കർത്താവ് ചോദിക്കുമ്പോൾ നമ്മുടെ ഇടയിൽ വിശ്വാസം ഉണ്ടാകണം എന്നുള്ള ഉറപ്പ് നമുക്ക് ലഭിക്കട്ടെ. അടുത്ത് പറഞ്ഞത് എന്താണ്? സ്നേഹം കുറഞ്ഞു പോകുന്നു. സ്നേഹത്തെ കുറിച്ച് നമ്മുടെ സഭയിൽ ഒരുപാട് പറയുന്നുണ്ട്. സർവശക്തനായ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ സകല കൽപ്പനകളെ അനുസരിക്കാനായിട്ട് കർത്താവ് പറഞ്ഞ എന്താണ്? സകല കൽപ്പനകളും അനുസരിച്ചതായിട്ട് കണക്കാക്കപ്പെടും എന്ന് പറഞ്ഞതിന് കർത്താവ് പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ. എന്താണ്? നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുകയും നിന്റെ കൂട്ടു സഹോദരനെ സ്നേഹിക്കുകയും ചെയ്താൽ അതിൽ ഇതൊക്കെ എല്ലാവരും പഠിച്ചിട്ടുണ്ട്. വായിൽ വചനമുണ്ട്. ഇനി അതിന്റെ അർത്ഥം എന്താ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുകയും സഹോദരനെ സ്നേഹിക്കുകയും ചെയ്താൽ നമ്മൾ എല്ലാ കൽപ്പനകളെയും അനുസരിക്കുന്നു എന്നുള്ളതാണ് അല്ലെ?
അതിലെല്ലാം ഉടങ്ങിയിട്ടുണ്ടെന്നാണ്. നമ്മൾ മറ്റു കൽപ്പനകളെല്ലാം അതിന്റെ താഴെ, അല്ലെങ്കിൽ ഇതുണ്ടെങ്കിൽ, ഇത് ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കി അനുസരിക്കുന്നവരാണ് എങ്കിൽ മറ്റു കൽപ്പനകളെ പ്രമാണിക്കുന്നതിനുള്ള ഒരു വലിയ വലിയ ഒരു അധ്വാനമൊന്നും ആവശ്യമില്ല. ഈ രണ്ട് കൽപ്പനകളിലെല്ലാം ഉൾക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവ് എന്താ? അപ്പൊ തന്നെ വേറെ വചനമുണ്ട്. എന്താ? യോഹന്നാന്റെ സുവിശേഷത്തിൽ സ്നേഹിക്കുകയാണെങ്കിൽ കൽപ്പനകളെ പ്രമാണിക്കും എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നിന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ, സഹോദരൻ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ കൽപ്പനകളെ പ്രമാണിക്കും. അത് മാറ്റമില്ല. ഇനി വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇനി വേറെ ഇത് രണ്ടും ചേർന്ന് കിടക്കുന്ന ഒരു കാര്യമാണ്. എന്താണ്? ദൈവത്തെ സ്നേഹിക്കുന്നതും സഹോദരനെ സ്നേഹിക്കുന്നതും രണ്ടും പരസ്പരം ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. ഒന്നുണ്ട് ഒന്നില്ല എന്ന് പറയാനും പറ്റത്തില്ല. നമ്മൾ ഈ കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങൾ ആലപ്പുഴ സഭയിൽ ഇതിനെ സംബന്ധിച്ച് വിശദമായിട്ട് സംസാരിക്കുകയുണ്ടായി. എന്നല്ല വീണ്ടും ചില കാര്യങ്ങൾ, ചില വാക്യങ്ങൾ സ്നേഹത്തെ സംബന്ധിച്ച് കാര്യം അവസാന നാളിൽ കുറഞ്ഞു പോകുന്നു എന്ന് പറയുന്ന ഒരു കാര്യമാണ് സ്നേഹം. അതുകൊണ്ട് നമുക്ക് അതിനെ പരിശോധിക്കണം. നമ്മുടെ സ്നേഹത്തിന്റെ ആ അളവ് എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഈ സ്നേഹത്തെ കാണുന്നത് എന്നുള്ളത്. ദൈവത്തെ സ്നേഹിക്കുന്നു പറയുന്നു, എന്നാൽ കൂട്ടു സഹോദരനെ സ്നേഹിക്കാത്തവൻ ആരാണെന്നാണ്. ഇത് വാക്യമാണ്, നമുക്കറിയാം. അതേതാണ് വാക്യം? യോഹന്നാൻ 4:20 4:20-21 ആണ്. 20 സഹോദരനെ ദോഷിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അയാൾ കള്ളനാണ്. ആരെങ്കിലും ദൈവത്തെ സ്നേഹിക്കുന്നത് പറയുകയും സഹോദരനെ ദോഷിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അയാൾ കള്ളനാണ്. എന്നാൽ താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവന് കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുകയില്ല. 5-ാം അധ്യായത്തിന്റെ ഒരു വാക്യം കൊണ്ടുണ്ട്. 5 ഇതേപോലെ തന്നെ പറയുന്ന 3-ാം വാക്യം, 5:3 ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നത് തന്നെയാണ് ദൈവത്തോടുള്ള സ്നേഹം. ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കുന്നതാണ് ദൈവത്തോടുള്ള സ്നേഹം. ഈ രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. ദൈവത്തോടുള്ള സ്നേഹം എന്ന് പറയുന്നത് ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കുന്നതാണ്. സഹോദരനെ സ്നേഹിക്കുക എന്നതാണ് ദൈവത്തോടുള്ള സ്നേഹം. പ്രിയമുള്ളവരെ, ഇത് നമ്മൾ വേണ്ടവണ്ണം മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇതിപ്പം നമ്മൾ ഇത്രയും വാക്യങ്ങളെല്ലാം എല്ലാവർക്കും അറിവിന്റെ തലത്തിലുണ്ട്, തിയറി ആയിട്ടുണ്ട്. ഇനി സഹോദരനെ സ്നേഹിക്കുന്നതിനകത്ത്, അല്ലെങ്കിൽ കർത്താവിന്റെ സ്നേഹത്തെക്കുറിച്ച്, കർത്താവ് ഒരു വാക്യം കൂടെ വായിക്കും. കർത്താവ് സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഒരു കാര്യങ്ങൾ പറഞ്ഞു. അവിടെ ഒരു കൽപ്പനയും കൂടെ ആയിട്ട് പറഞ്ഞു, ഒരു പുതിയ കൽപ്പന എന്ന് പറഞ്ഞ് വീണ്ടും സ്നേഹത്തെക്കുറിച്ച് ഒരു കാര്യം പറയുന്നുണ്ട്. ആ വാക്യം എല്ലാവർക്കും അറിയാമല്ലോ, യോഹന്നാന്റെ സുവിശേഷത്തിൽ. അത് നമുക്ക് ഒരു 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 സ്നേഹത്തിന്റെ ഒരു തിയോളജി എന്നുള്ള ഒരു അറിവിന്റെ തലത്തിൽ നമുക്ക് അറിയാം, കൽപ്പനകളായിട്ട് നമുക്കറിയാം. ഏതാണ്? യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 34-ാം വാക്യത്തിൽ അത് നമുക്ക് കാണാതെ അറിയാവുന്ന വാക്യമാണ്. പുതിയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരും, നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണം, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും അന്യോന്യം സ്നേഹിക്കണം. നിങ്ങൾക്ക് പരസ്പരം സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാർ എന്നെല്ലാവരും പറയും. നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണം, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും അന്യോന്യം സ്നേഹിക്കണം. ഇവിടെ ഇനി നമുക്ക് പരിശോധിക്കാം. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ സഹോദരനെ സ്നേഹിക്കും, സഹോദരനെ സ്നേഹിക്കുന്നവൻ ദൈവത്തെ സ്നേഹിക്കുന്നു, അപ്പോൾ കൽപ്പനകളെ അനുസരിക്കും. ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു ഇതാ ഒരു പുതിയ കൽപ്പന. ഈ കൽപ്പന എന്താണ്? അവിടെ ഒരു പ്രത്യേകത വന്നു. കൽപ്പനയ്ക്ക് എന്താണ്? ഞാൻ നിന്നെ, നേരത്തെ ആദ്യം നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ വായിച്ചപ്പോൾ മുഖ്യ കൽപ്പന എന്ന് പറഞ്ഞപ്പോൾ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന് പറയുമ്പോൾ അവിടെ ഞാൻ നിന്നെ സ്നേഹിച്ചതുപോലെ എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഇവിടെ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ. ഈ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ എന്ന് പറയുമ്പോൾ കർത്താവ് നമ്മളെ സ്നേഹിച്ചതുപോലെയുള്ള ആ സ്നേഹത്തിന്റെ അകത്ത് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് ആ പ്രത്യേകത? ആ പ്രത്യേകത എന്താണ്? കർത്താവ് നമ്മളെ സ്നേഹിച്ചത് എങ്ങനെയാണ്? നമ്മളുടെ ഒരു കുറവും നോക്കാതെ നിരുപാധികമായിട്ട് നമ്മളെ സ്നേഹിച്ചു. ആ സ്നേഹത്തിന് അപ്പോൾ അവിടെ ഒരു ഘടകം കാണാൻ പറ്റും. എന്താണ്? നമ്മുടെ തെറ്റുകളെയും കുറവുകളെയും എല്ലാം കർത്താവ് ദീർഘക്ഷമ. കർത്താവിന്റെ ദീർഘക്ഷമയെ നമുക്ക് അവിടെ കാണാൻ പറ്റും. ദീർഘക്ഷമ എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ ഒരു ഘടകമാണെന്ന് ദൈവത്തിൽ കാണാം. 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൽ അവിടെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നതിന്റെ കൂട്ടത്തിൽ ഇത് പറയുന്നുണ്ട്, അല്ലെ? 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൽ സ്നേഹത്തിന്റെ വിശദീകരണം കൊടുക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പരിശുദ്ധാത്മാവിനാൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, സ്നേഹത്തിനകത്ത് എന്തുണ്ട്? ദീർഘക്ഷമയുണ്ട്. എത്ര വാക്യമാണ്? 13-ന്റെ 4
സ്നേഹം ദീർഘക്ഷമയും ദയയുമുള്ളതാണ്. അപ്പൊ ദീർഘക്ഷമ എന്ന് പറയുന്നത്, അപ്പൊ കർത്താവിന്റെ സ്നേഹം, കർത്താവ് നമ്മളെ സ്നേഹിച്ചതുപോലെ എന്ന് പറയുന്നിടത്ത് ദീർഘക്ഷമയുണ്ട്. അത് സ്നേഹത്തിന്റെ ഒരു ഘടകമാണെന്നും ദൈവം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മൾ പ്രിയമുള്ളവരെ, നമ്മൾ സഹോദരനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നിടത്ത് നമ്മുടെ സ്നേഹം കേവലം ജഡിക സ്നേഹമാണോ അല്ലയോ എന്നുള്ളത് വെളിവാകുന്നത് നമ്മളുടെ സ്നേഹത്തിലും കർത്താവ് കാണിച്ച പോലെയുള്ള ഒരു എന്തുണ്ടാകണം? ക്ഷമയുണ്ടാകണം, ദീർഘക്ഷമയുണ്ടാകണം. അതാ ദീർഘക്ഷമ എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്. എന്താണ് നമ്മളൊരു സഹോദരനെ സ്നേഹിക്കുന്നത്? എങ്ങനെയായിരിക്കണം? എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അവര് എന്നോടുള്ള പെരുമാറ്റത്തിന്റെ അടിസ്ഥാനത്തിലാണോ? എത്ര മോശമായിട്ട് പെരുമാറിയാലും അവനോട് ക്ഷമിച്ചുകൊണ്ട്, ദീർഘക്ഷമ കാണിച്ചുകൊണ്ട് സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഇതാണ് യഥാർത്ഥ സഹോദര സ്നേഹം. യഥാർത്ഥ സഹോദര സ്നേഹം എന്റെ സഹോദരന്റെ കുറവുകളെ ക്ഷമിക്കുന്നതാണ്. പത്രോസിന്റെ ലേഖനത്തിൽ എന്താണ് സ്നേഹം? ലംഘനങ്ങളെ മറയ്ക്കുന്നതെന്ന് പറയുമ്പോൾ സ്നേഹത്തിൽ അവിടെ കുറച്ച് കുറവുകളുണ്ടെങ്കിലും അതിനെ അങ്ങ് കവർ ചെയ്യുന്നതാണ്, മറയ്ക്കുന്നതാണ് സ്നേഹം. പാവങ്ങളുടെ ബോധത്തെ മറയ്ക്കുന്നു. അങ്ങനെ പാവങ്ങളുടെ ബോധത്തെ മറയ്ക്കുന്നു എന്ന് പറയാം. അതിനേക്കാൾ ചെറിയ കാര്യങ്ങൾ അത് അത്രയൊന്നും പോകണ്ട. ഞാൻ പറയട്ടെ, ചെറിയ ചെറിയ കാര്യങ്ങളില്ലേ, എന്നോട് ഇച്ചിരി ഒരു ചെറിയ ഒരു അസ്വസ്ഥത, എന്നോട് അല്പം മോശമായിട്ട് പെരുമാറിയ ഒരാളോട് നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ല. പിന്നെ എന്ത് സ്നേഹമാണ് സഹോദര സ്നേഹം? നമ്മളെല്ലാം കൂടെ ഒരുമിച്ച് വന്ന് സഭായോഗത്തിൽ ഇരുന്നുകൊണ്ട് ഒരു കാര്യവും അതല്ല സ്നേഹം. നമ്മൾ ഒരുമിച്ച് കർത്തവ്യശയിൽ പങ്കെടുക്കുന്നു എന്നുള്ളതുകൊണ്ട് അതിനു മുമ്പേ ഉറപ്പാക്കേണ്ടത് സഹോദര സ്നേഹത്തിൽ നമ്മൾ വളരുന്നുണ്ടോ എന്നുള്ളതാണ്, വർദ്ധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അതെങ്ങനെയാണ്? എത്ര തെറ്റ് ചെയ്താലും ക്ഷമിക്കാൻ, എത്ര പ്രാവശ്യം ക്ഷമിക്കണം എന്നാണ് കർത്താവ് പറഞ്ഞത്. അത് നമുക്ക് തിയറി അറിയാം. എല്ലാവരും 770 തൊട്ട് എന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ട് അവസാനിച്ചത് 7 × 770 എത്ര അറിയാം എല്ലാവർക്കും. 490 അത് മതിയോ? എണ്ണി നമ്മൾ കണക്ക് വെക്കുവോ? ക്ഷമിച്ച ഇന്ന് 1, 2, 3 എന്ന് പറഞ്ഞ് ഇങ്ങനെ ക്ഷമിച്ചുകൊണ്ടാണോ? അതിന്റെ അർത്ഥം എന്താ? എപ്പോഴും ക്ഷമിക്കുക. അത് പറഞ്ഞതിന് ശേഷം ആ ഭാഗത്താണ് കർത്താവ് ഒരു വലിയ ഭയങ്കര മുന്നറിയിപ്പ് കൊടുക്കുന്നത്, അല്ലേ? ആ കാര്യം പറഞ്ഞതിന് ശേഷമാണ് മത്തായി അത് ഇത് സെയിം ലൂക്കോസിലുണ്ട്. പക്ഷെ മത്തായി 18, അതെ മത്തായി 18ന്റെ അവസാനത്തിലാണ് ആ വലിയ ഭയങ്കരമായ ഒരു മുന്നറിയിപ്പ്. മത്തായി സുവിശേഷം 12-ാം അധ്യായത്തിലാണ് ഇത് ആദ്യം പത്രോസ് ഇത് ചോദിക്കുന്നു. കർത്താവ് എത്ര പ്രാവശ്യമാണ് ചോദിക്കേണ്ടത്? 7 മതിയോ? കർത്താവ് പറഞ്ഞു 7 അല്ല, 770 പ്രാവശ്യം, 590 എന്നൊക്കെ നമ്മൾ കണക്ക് കൂട്ടി പറയാം. അങ്ങനല്ല, അതിന്റെ അർത്ഥം എപ്പോഴും ക്ഷമിക്കണമെന്ന് തന്നെയാണ്. എപ്പോഴും സഹോദരൻ തെറ്റ് ചെയ്താൽ നീ ക്ഷമിക്കണമെന്നുള്ളതാണ് കർത്താവ് പഠിപ്പിച്ചത്. അതിനുശേഷം കർത്താവ് ഒരു ഉപമയൊക്കെ പറയുന്നുണ്ട്. നമുക്കറിയാം, ഇത് കൂടുതൽ ക്ഷമിച്ച് കിട്ടിയാൽ കുറച്ച് ക്ഷമിക്കാതിരിക്കുന്നതിന്റെ കാര്യമൊക്കെ അവർ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ഏറ്റവും അവസാനം തന്നെ 35-ാം വാക്യം, അതാണ് മുന്നറിയിപ്പ്, ഗൗരവത്തോടെ കാണുന്ന മുന്നറിയിപ്പ്. നമ്മുടെ സ്നേഹം എന്ന് പറയുന്നത്, അതിനകത്ത് ദീർഘക്ഷമ ഇല്ലെങ്കിൽ നമ്മുടെ സ്നേഹം അല്ലെന്ന് മാത്രമല്ല, നമ്മൾ ഡിസ്ക്വാളിഫൈഡ് ആവുക, നമ്മൾ ദൈവത്തിന് മുമ്പ് തള്ളപ്പെട്ടവരാകുക. നമ്മൾ ദൈവത്താൽ എന്നാ പറഞ്ഞിരിക്കുന്നത്? അങ്ങനെ തന്നെ ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മളോട് ദൈവം ക്ഷമിക്കാത്തൊരവസ്ഥയിലേക്ക് പോവുകയാണ്. അതാ വായിക്കണം ആ വാക്യം. നിങ്ങൾ ഓരോരുത്തരും ഹൃദയപൂർവം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്വനായ എന്റെ പിതാവും നിങ്ങളോട് അങ്ങനെ തന്നെ ചെയ്യും. മുന്നറിയിപ്പാണ്, വളരെ ഗൗരവമുള്ള ഒരു മുന്നറിയിപ്പാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ സ്നേഹത്തിന്റെ കൂടെ എന്ത് വേണം? സഹോദരന്റെ വീഴ്ചയെ ക്ഷമിക്കാനുള്ള, അത് സഹിക്കാൻ, അതിനെ കണക്കിടാതെ വണ്ണം, അതിനെ ഒട്ടും ഭാരമുണ്ടാക്കാത്ത വണ്ണം അതിനെ ക്ഷമിക്കാനുള്ള ദീർഘക്ഷമ നമ്മുടെ സ്നേഹത്തിന്റെ ഘടകമായിട്ടില്ല എങ്കിൽ നമ്മുടെ സ്നേഹമല്ലെന്ന് മാത്രമല്ല, നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ദൈവത്തിൽ നിന്നും അകന്നു പോവുകയാണ്, തള്ളപ്പെടുകയാണ് എന്നുള്ളതും കൂടെ നമ്മൾ ഓർക്കണം. ആ ഗൗരവം നമുക്കുണ്ടോ പ്രിയമുള്ളവരെ? നമ്മൾ ഈ സ്നേഹത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ സ്നേഹമൊക്കെ ജടിക സ്നേഹമല്ലേ വാസ്തവത്തിൽ? സഹോദരന് വേണ്ടിയിട്ട്, അല്ല, 1 യോഹന്നാൻ വേറെ കാര്യം പറയുന്നുണ്ടല്ലോ, സഹോദരന് വേണ്ടിയിട്ട് നമ്മൾ 1 യോഹന്നാനിലെ ചില വാക്യങ്ങൾ വായിക്കാൻ, സഹോദരന് വേണ്ടിയിട്ട് ജീവൻ കൊടുക്കുന്നതാണ് സ്നേഹം എന്ന് പറയുന്നില്ലേ?
ആ 3:16 അവിടെ നിന്ന് നമുക്ക് വേണ്ടിയിട്ട് തന്റെ ജീവനെ അർപ്പിച്ചതിനാൽ സ്നേഹം എന്തെന്ന് നമ്മൾ അറിയുന്നത്. നമ്മുടെ സഹോദരന് വേണ്ടിയിട്ട് എന്ത് ത്യാഗവും സഹിക്കാൻ നമുക്ക് തയ്യാറുണ്ടോ? സ്നേഹം നമ്മൾ പറച്ചിൽ മാത്രമല്ല. അത് കഴിഞ്ഞിട്ട് താഴോട്ട് പറയുന്നത് എന്താണ്? നിന്റെ സഹോദരന് ആവശ്യമുണ്ടെങ്കിൽ ഭൗതികമായ വസ്തുക്കൾ ഉണ്ടായിരിക്കും, നിന്റെ സഹോദരന് ബുദ്ധിമുട്ടുണ്ടായിട്ട് മനസ്സിലേക്ക് തോന്നാതിരിക്കും ചെയ്താൽ അയാളിൽ ദൈവസ്നേഹം എങ്ങനെ വസിക്കും? ഒരു ആവശ്യത്തിലിരിക്കുന്ന സഹോദരനെ സഹായിക്കാനും പറ്റാത്ത സ്നേഹം എന്ത് സ്നേഹം? നമ്മൾ പരിശോധിക്കണം പ്രിയമുള്ളവരെ, നമ്മളുടെ സ്നേഹം എങ്ങനെ ഇരിക്കുന്നു? ജഡീയമായിട്ടുള്ള ഒരു അടുപ്പത്തിന്റെ അപ്പുറമുള്ള ഒരു സ്നേഹം നമുക്ക് സഹോദര ബന്ധത്തിന്റെ ഇടയിൽ ഉണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത്. നമ്മളെ ഒന്നായിട്ട് പണിയുന്ന ദൈവത്തിന്റെ സ്നേഹം, അത് ദൈവത്തോടുള്ള സ്നേഹവും തമ്മിലുള്ള സ്നേഹവും നാൾക്ക് നാൾ വർദ്ധിച്ചു വരുന്നുണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത്. ഇതിനുള്ള രീതി നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. ഇതാരും നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. തെസ്സലോനിക്ക ലേഖനത്തിൽ ഒരു വാക്യം നമ്മളെ പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ അത് കാണിച്ചു തരുന്നത് എന്താണ്? കർത്താവിന്റെ നാളിൽ, നമ്മൾ എല്ലാം കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള ബന്ധത്തിലാണല്ലോ എല്ലാം ചിന്തിക്കുന്നത്. കർത്താവിന്റെ വരവിൽ അനേകരുടെ സ്നേഹം തണുത്തു പോകുമെന്ന് പറയുമ്പോൾ തന്നെ തിരിച്ച് തെസ്സലോനിക്കയിൽ ഒരു വാക്യം പറയുന്നത് എന്താണ്? കർത്താവിന്റെ നാളിൽ നമ്മൾ ഓരോരുത്തരും നമ്മളത് അങ്ങനെ കാണണം. നമ്മളെ കർത്താവിന്റെ നാളിൽ തികഞ്ഞവരായിട്ട് നിർത്തേണ്ടത്. ആ വാക്യം എല്ലാവർക്കും അറിയാവുന്നതല്ലേ? കർത്താവിന്റെ നാളിൽ നമ്മളെ തികഞ്ഞവരായിട്ട് നിർത്തുന്നത് നമ്മൾ തമ്മിലും എല്ലാവരോടുമുള്ള സ്നേഹം വർദ്ധിക്കുന്നതിലൂടെയാണ് എന്ന് കൃത്യമായിട്ട് ദൈവത്തിന് വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 3:12, 13, 14 വാക്യങ്ങൾ, 12, 13 വാക്യങ്ങൾ, 12, 13 വാക്യങ്ങൾ ഞാൻ വായിച്ചേ പഴയ ട്രാൻസ്ലേഷനിൽ. 1 തെസ്സലോനിക്കർ 3:, ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം വർദ്ധിക്കുന്നത് പോലെ നിങ്ങൾക്ക് തമ്മിലും എല്ലാവരോടുമുള്ള സ്നേഹം കാമ്യമാറാകട്ടെ. ഇങ്ങനെ 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 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ആദ്യം പറഞ്ഞ എന്താണ്? നിങ്ങൾക്ക് തമ്മിലും എല്ലാവരോടുമുള്ള സ്നേഹം വർദ്ധിപ്പിച്ചു തരട്ടെ. എന്നിട്ട് ഇങ്ങനെ പ്രത്യക്ഷനാകുമ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളെ വിശുദ്ധരാക്കാൻ പോകുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, അല്ലെങ്കിൽ ഒരു മുഖ്യ കാരണം, അല്ലെങ്കിൽ കാരണം ഒരു വസ്തുതയായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഈ വചനമാണ് നമ്മൾ വിശ്വസിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, വചനത്തെയാണ് വിശ്വസിക്കാതിരിക്കുന്നത്. പിശാചി ചോദിക്കുന്നത്, ഈ വാക്യം പിശാചിന്റെ ചോദ്യം ഇപ്പൊ വരും, വാസ്തവത്തിൽ അങ്ങനെ തന്നെ ഉണ്ടോ? ആ ചോദ്യത്തോടാണ് നമ്മൾ പ്രതികരിക്കേണ്ടത്. പ്രിയമുള്ളവരെ, ഇത് കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു, രേഖപ്പെടുത്തിയിരിക്കുന്നു പരിശുദ്ധാത്മാവ്. എന്താണ്? നിങ്ങൾക്ക് തമ്മിലും എല്ലാവരോടുമുള്ള സ്നേഹം വർദ്ധിച്ചു വരുവാൻ ദൈവം ഇടയാക്കും, കർത്താവ് ഇടയാക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അതിലൂടെ നിങ്ങൾ കർത്താവിന്റെ പ്രത്യക്ഷതയെങ്കിൽ വിശുദ്ധരും വിശുദ്ധിയിൽ തികഞ്ഞവരായിട്ട് നിൽക്കുവാൻ ഇടയാകുമെന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, നിത്യതയോടുള്ള ബന്ധത്തിൽ തന്നെ പ്രാധാന്യമുള്ള കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ച 2 കാര്യങ്ങളും: വിശ്വാസവും സ്നേഹവും. അന്ത്യനാളിൽ ഇത് രണ്ടും കുറഞ്ഞു പോകുമെന്നുള്ളത് മുന്നറിയിപ്പായിട്ട് കർത്താവിന്റെ വാക്കുകളിലാണ് നമ്മൾ വായിച്ചത്. മത്തായിയുടെ സുവിശേഷത്തിലെ വായിച്ച വാക്യവും കർത്താവിന്റെ വാക്കുകളാണ്. കർത്താവ് തന്നെ പറഞ്ഞതാണ്, അവസാന നാളിനെ കുറിച്ച് പറഞ്ഞതിന്റെ കൂട്ടത്തിൽ അനേകരുടെ സ്നേഹം തണുത്തു പോകും. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വായിച്ച വാക്യവും കർത്താവിന്റെ തന്നെ വാക്കുകളാണ്. കർത്താവ് പറഞ്ഞതാണ്, മനുഷ്യപുത്രന്റെ വരവിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന്. അതിനുള്ളവരെ, ഇത് നിത്യതയോടുള്ള ബന്ധത്തിലും പ്രാധാന്യമുള്ളതാണെന്ന് ഞാൻ പറയുമ്പോൾ വെളിപാട് ദിവസത്തിലെ 2 വാക്യം നമ്മൾ വിചാരിക്കരുത് ഇതൊരു നിസാര കാര്യമാണ്. നമ്മൾ വചനത്തിലുള്ള കാര്യത്തെ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വിശ്വസിച്ച് അനുഭവിക്കുന്നില്ല എങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? അത് ഉത്തരം പറഞ്ഞേ പറ്റുള്ളൂ. നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ വായിച്ച ഒരു കാര്യത്തെ നമ്മുടെ ജീവിതത്തിൽ അത് അനുഭവിക്കുന്നില്ലെങ്കിൽ, അത് അനുസരിക്കുന്നില്ല എങ്കിൽ, അനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ സത്യമായി തീരുന്നില്ലെങ്കിൽ, നമ്മൾ ആ വചനത്തോടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്താ? അവിശ്വാസം എന്ന് തന്നെ വിളിക്കണം. അങ്ങനെ വിളിക്കുകയാണ് എങ്കിൽ, അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഭയപ്പെടുത്തുന്ന ഒരു വാക്യം കാണിക്കാം. അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഭയപ്പെടുത്തുന്ന ഒരു വാക്യം, വെളിപാട് പുസ്തകം 21-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം. മതി, ഇനി അതിന്റെ താഴോട്ട് അവസാനത്തെ ഭാഗം വായിച്ചാൽ മതി. ഒരുപാട് പട്ടികയുണ്ട് ഇനി. വീരുക്കൾ അവിശ്വാസികൾ, അത് കഴിഞ്ഞിട്ട് പിന്നെ കുറെ പേരുടെ കാര്യം പറയുന്നുണ്ട്. തീയും ഗന്ധകവും
കത്തുന്ന പൊയ്യ എത്ര ഞാൻ പേടിപ്പിച്ചോ? ഇത് കേട്ടിട്ട് അവർക്ക് ഒരു പേടിയില്ലേ? പിന്നെ ഇത് കേട്ടിട്ട് ഒരു പേടി തോന്നുന്നുണ്ടോ? ഭയം തോന്നുന്നുണ്ടോ? എന്തിനാ നമ്മൾ അങ്ങനെ ഭയപ്പെടുത്തുന്ന സഹായമൊന്നും അല്ല നമ്മുടെ സഹായങ്ങൾ. പക്ഷേ പ്രിയമുള്ളവരെ, ഇത് ദൈവത്തിന്റെ വചനമാണ്. എന്താ വചനം പറഞ്ഞിരിക്കുന്നത്? ഞാൻ ചോദിച്ച ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? ഇതിലുള്ള ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുസരിച്ച് അനുഭവിക്കുന്നില്ലെങ്കിൽ നമ്മൾ ആരാണെന്ന് ചോദിച്ചു. അപ്പൊ ഉടനെ ഉത്തരം പറഞ്ഞു, എന്താണ്? നമ്മൾ അവിശ്വാസികളാണെന്ന്. വളരെ ഈസി ആയിട്ടാണ് ഉത്തരം പറഞ്ഞത്. പക്ഷെ അവിശ്വാസികൾ എവിടെ പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? അല്ലെങ്കിൽ അവർക്കുള്ള പദവി എന്താണ്? അല്ലെങ്കിൽ അവർക്കുള്ള സമ്മാനം എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഓഹരി എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഇഷ്ടമാണോ? അതെല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണോ? ആണോ? മിണ്ടാസി ഒന്നെങ്കിൽ പറ സന്തോഷമാണെന്നോ, അല്ലെങ്കിൽ അല്ലെന്നെങ്കിലും പറ. സന്തോഷമല്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യണം? വിശ്വസിച്ചനുസരിക്കണം. അപ്പൊ ദൈവം പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഇന്നു മുതലെങ്കിലും കേൾക്കുന്ന വചനത്തെ നിസ്സാരമാക്കാതെ അതെന്റെ ജീവിതത്തിൽ വിശ്വസിച്ച് അനുസരിക്കേണ്ട കാര്യമാണെന്നുള്ള ഗൗരവത്തോടെ ഏറ്റെടുക്കുവാൻ നമുക്ക് മനസ്സ് വയ്ക്കാം. അത് ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ അവിശ്വാസികളുടെ ഗണത്തിൽപ്പെടുകയും നിത്യ നരകത്തിലേക്ക് പോവുകയും ചെയ്യും. അതുകൊണ്ട് നിത്യതയോടുള്ള ബന്ധത്തിൽ തന്നെ ഗൗരവമുള്ള ഒരു കാര്യമാണ് വിശ്വാസം എന്നുള്ളത് നമുക്ക് കാണാം. അതുപോലെ തന്നെയാണ് സ്നേഹം. നല്ല വിശ്വാസികളായിരുന്നു എഫെസ്യ സഭയിലെ വിശ്വാസികൾ. അവരോട് കർത്താവ് പറഞ്ഞത് വെളിപാട് പുസ്തകത്തിൽ തന്നെ നമുക്ക് കാണാം. എന്താണ് അവരോട് പറഞ്ഞത്? നിങ്ങളുടെ ആദ്യ സ്നേഹം. അപ്പൊ അവർക്കുണ്ടായിരുന്ന ആ സ്നേഹത്തിന്റെ ആ കുറവ് സംഭവിച്ചതേ ഉള്ളൂ. നമ്മുടെ ആ സ്നേഹത്തിന്റെ തീവ്രത എത്രത്തോളം ഉണ്ടാവണം എന്നുള്ളത് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ സ്നേഹം കുറഞ്ഞാലും അവരോട് പറഞ്ഞത് എന്താണ്? അവർക്ക് എല്ലാം നല്ലതായിരുന്നു, പക്ഷെ അവർക്ക് അത് ഇല്ലാത്തതുകൊണ്ട് എന്ത് പറ്റിയെന്നാണ് എല്ലാവർക്കും അറിയാലോ. വെളിപാട് പുസ്തകം 2-ാം അധ്യായത്തിലെ എഫെസ്യ സഭയോട് പറയുന്നു, നിങ്ങളെ ഞാൻ ഇത് മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നില്ലെങ്കിൽ നീക്കി കളയുമെന്ന് പറഞ്ഞാൽ അവർക്ക് നിശ്ചയം നഷ്ടപ്പെടുകയാണ്. അവർ കർത്താവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുന്നുവെന്നാണ്. നിങ്ങളുടെ അപ്പൊ നിത്യതയോടുള്ള ബന്ധത്തിലും ഗൗരവത്തോടെ കാണേണ്ട 2 കാര്യങ്ങളെ കുറിച്ചാണ് ഇപ്പോൾ കാലം പറഞ്ഞത്. വിശ്വാസവും സ്നേഹവും. വാക്കിലല്ല, കേവലം അറിവിന്റെ തലത്തിലല്ല, അതിനപ്പുറമായിട്ട് അനുഭവമായിട്ട്. സ്നേഹം എന്ന് പറയുമ്പോൾ കർത്താവിനെ സ്നേഹിക്കുന്നവൻ സഹോദരനെ സ്നേഹിക്കും. അതുകൊണ്ട് നമുക്ക് എളുപ്പം പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ നമ്മൾക്ക് തമ്മിലുള്ള സ്നേഹം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് പരിശോധിക്കുമ്പോൾ തന്നെ നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നു എന്നുള്ളത് ഉറപ്പാക്കാൻ പറ്റും. അതിന്റെ കൂട്ടത്തിൽ തന്നെയാണ് കർത്താവിനെ സ്നേഹിക്കുന്നെങ്കിൽ കൽപ്പനകളെ മുഴുവനും പ്രമാണിക്കും. കൽപ്പനകളെ പ്രമാണിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്നേഹിക്കുകയും സഹോദരനെ സ്നേഹിച്ചുകൊണ്ട് ദൈവത്തോടുള്ള സ്നേഹത്തെ ഉറപ്പാക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ആ കാര്യത്തിൽ വളർന്നു വരും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്, വീണ്ടും പറയട്ടെ, നമ്മളിൽ ആ സ്നേഹം നൽകാൻ പോകുന്നത്. നമുക്കതുകൊണ്ട് ആഴത്തിൽ പ്രാർത്ഥിക്കാം. നമുക്കിപ്പോൾ നമ്മുടെ കുറവിനെ കണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഇതായിരിക്കും, കർത്താവേ എൻ്റെ ഉള്ളിൽ. ഞാനത് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ നിരന്തരം കാണുന്ന എനിക്ക് സ്നേഹത്തിന്റെ കുറവ് ഞാൻ കാണുമ്പോഴെല്ലാം ഞാൻ പ്രാർത്ഥിക്കുന്ന ഭർത്താവ് പരിശുദ്ധാത്മാവിനാൽ ആ സ്നേഹം ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് അങ്ങനെ പറഞ്ഞുകൊണ്ടാണ്. കർത്താവേ, അവിടുന്ന് കാണിച്ച ആ സ്നേഹം നൽകുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിനാൽ എനിക്ക് ആ സ്നേഹം നൽകണമേ. ഞാൻ പലപ്പോഴും പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും പ്രാർത്ഥിക്കുന്നു. ഏത് സമയം അത് ആവശ്യമുണ്ടോ എന്നുള്ളത് കണ്ടുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പ്രിയമുള്ളവരെ, നമുക്കത് വേണം, ആ പ്രാർത്ഥന. കർത്താവിന്റെ സ്നേഹം നമ്മുടെ ഉള്ളിൽ തരുവാൻ തക്കണം പരിശുദ്ധാത്മാവിനാൽ നമുക്ക് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ പരിശുദ്ധാത്മാവ് ഉള്ളിൽ വരുമ്പോഴാണ് വിശ്വാസം വരുന്നത്, അല്ലേ? പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് ഉറച്ച വിശ്വാസം ഉണ്ടാവും. നമുക്ക് ഈ ശിഷ്യന്മാരെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ അറിയാലോ, അവര് കർത്താവിന്റെ കൂടെ നടന്നുകൊണ്ട് ഒരു കാര്യം ഉണ്ടെന്ന്. നമ്മളിപ്പോ ഇങ്ങനെ സഭായോഗത്തിൽ കൂടി നടന്നൊന്നും കാര്യമില്ലെന്നുള്ളതിന്റെ തെളിവാണ്. കർത്താവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാര് കർത്താവ് അങ്ങോട്ട് മാറിയാൽ അവരെ ഉടനെ തന്നെ അവിശ്വസിച്ചു. അല്ലെങ്കിൽ കർത്താവ് കൂടെ ഉള്ളപ്പോൾ തന്നെ കർത്താവ് ഒന്ന് പടകിൽ കിടന്ന് ഉറങ്ങിയതേ ഉള്ളൂ. കാറ്റും കോളും വന്നപ്പോൾ കർത്താവ് കൂടെ ഉണ്ട്, എന്നിട്ടും അവര് ഭയപ്പെട്ടു. അതാണ് അവരുടെ. പക്ഷെ എന്നാൽ ബെന്തിക്കോസ് നാളിന് ശേഷം അവർക്കൊന്നിനെ കുറിച്ച് ഭയമില്ലായിരുന്നു. പിറ്റേ ദിവസം കൊല്ലാൻ പോകുന്നു അറിഞ്ഞിട്ട് ഒരു പത്രോസ് സുഖമായിട്ട് ഉറങ്ങി. വിശ്വാസം, അതാ വിശ്വാസം വ്യത്യാസം. ആത്മാവിന്റെ നിറവിൽ സംഭവിക്കുന്ന വിശ്വാസത്തിന്റെ വ്യത്യാസം അതാണ്. കർത്താവ് അവരെ മാർക്കോസിന്റെ വിഷയത്തിൽ കർത്താവ് അവസാനം ഉയർത്തേറ്റ് കഴിഞ്ഞതിന് ശേഷം അവരോട് പറഞ്ഞെന്താ? ശാസിച്ചു, നിങ്ങൾ അവിശ്വാസികളാ പറഞ്ഞ അവസാനത്തെ ഒരു വാക്യത്തിലും അവരെ ഉത്സാഹിപ്പിക്കുകയും ശാസിച്ചുകൊണ്ട് ഉത്സാഹിപ്പിച്ചതും വിശ്വാസത്തിന്റെ കാര്യത്തിലായിരുന്നു. കർത്താവിന് അറിയാം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അവർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അവർ വിശ്വാസത്തിൽ ഉറച്ചുള്ള ആകുമെന്ന് എന്നുള്ള മർക്കോസിന്റെ ശിക്ഷണം 16-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. അദ്ദേഹം അവരുടെ അവിശ്വാസത്തെയും ഹൃദയകാര്യത്തെയും ശാസിച്ചു എന്നത് ഒരു പ്രയോഗം നമ്മളവിടെ കാണുന്നുണ്ട്. 16-ന്റെ 16-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിന്റെ അവസാനം.
ശിഷ്യന്മാർ 11 പേര് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് പ്രത്യക്ഷനായി. താൻ ഉയർത്തെഴുന്നേറ്റ ശേഷം തന്നെ കണ്ടവരുടെ വാക്ക് വിശ്വസിക്കാതിരുന്നത് കൊണ്ട് അദ്ദേഹം അവരുടെ അവിശ്വാസത്തെയും ഹൃദയകാഠിന്യത്തെയും ശാസിച്ചു. അവസാനം ശാസിച്ചത് അവരുടെ അവിശ്വാസത്തെയായിരുന്നു. ഇന്ന് പ്രിയമുള്ളവരെ, നമ്മളെയും കർത്താവ് ശാസിക്കുന്നുണ്ട് അവിശ്വാസത്തെ. ദൈവവചനം രേഖപ്പെടുത്തിയിരിക്കുന്ന ദൈവവചനത്തിലുള്ള നമ്മുടെ വിശ്വാസത്തിന്റെ കുറവ് കർത്താവ് നമ്മളെ ശാസിക്കാനിടയാണ്. അതിനേക്കാൾ അപ്പുറമായിട്ട് ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ എല്ലാ വിശ്വാസവും സ്നേഹവും നൽകിയില്ല എങ്കിൽ നമുക്കതിന്റെ കുറവുണ്ടായി. ഞാൻ കുറവ് ഇങ്ങനെ കാണണം. നമ്മൾ ഈ പറയുന്നതും കേൾക്കുന്നതും അറിയുന്നതുമായിട്ടുള്ള ദൈവത്തിന്റെ വചനം അറിവ് മാത്രമായിട്ടാണെന്ന് പറഞ്ഞാൽ എല്ലാവരും ഓക്കെ, എല്ലാവർക്കും അറിയാം. പക്ഷെ അത് നമ്മുടെ ജീവിതത്തിന്റെ അനുസരണമായിട്ട് മാറുന്നുണ്ടോ? നമ്മൾ വീണ്ടും കള്ളത്തരം പറയുകയും കാപട്യം കാണിക്കുകയും ലോകത്തെ സ്നേഹിക്കുകയും പണത്തെ സ്നേഹിക്കുകയും താഴ്മ ഇല്ലാതെ നികളത്തോട് പെരുമാറുകയും മത്സരിക്കുകയും കോപിക്കുകയും എല്ലാം വീണ്ടും വീണ്ടും അങ്ങനെ തന്നെ തുടരുന്നു. സഭായോഗത്തിൽ വന്നുകൊണ്ട് കൈയറ്റി പാട്ടുപാടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളെല്ലാം കേൾവി മാത്രമാണ്, അതേ നമ്മൾ വിശ്വസിക്കുന്നില്ല എന്നാണെന്ന് ഇന്ന് പകൽക്കാലം സമ്മതിക്കാം. അങ്ങനെ അല്ല, നമ്മൾ ഇത് വീണ്ടും പഴയ പോലെ ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിന്റെ ബന്ധത്തിലോ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നതെങ്കിൽ, വചനത്തിലുള്ള നേരെ വിപരീതമായിട്ടാണ് പെരുമാറുന്നെങ്കിൽ സമ്മതിക്കണം, ഞാൻ അവിശ്വാസിയാണ്. എന്നിട്ട് ഒരു കാര്യം കൂടെ പറയണം, ഞാൻ നരകത്തിലേക്ക് പോകാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു എന്നും കൂടെ പറഞ്ഞാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. അതുകൂടെ ഒന്ന് സമ്മതിച്ചാൽ മതി. ഏതാണ്? അഗ്നി പൊയ്കയിലേക്ക് പോകാൻ ഞാൻ റെഡി, ഒരുക്കമാണ്. എന്ത് എളുപ്പം പറഞ്ഞു, ഒരുക്കമാണെന്ന് അങ്ങനെ പറഞ്ഞാണോ ഇഷ്ടം? ചുമ്മാ അങ്ങ് പറയാതെ അഗ്നി പൊയ്കയിലേക്ക് പോകാൻ ഒരുക്കമാണെന്ന്. അതിനാണ് സഭായോഗത്തിൽ വന്നിരിക്കുന്നത്. അഗ്നിപ്പൊയ്കയിലേക്ക് പോകരുത് സഹോദര. പക്ഷെ കള്ളത്തരം ഇങ്ങനെ ചെയ്താൽ പോകും എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഏറ്റുപറയേണ്ട എന്താണ്? ഞാൻ പോകത്തില്ല, പോകത്തില്ല. അതിനായിട്ട് കർത്താവ് ഇന്ന് ദൈവാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നമുക്ക് വിശ്വാസം ഉണ്ടാവും, പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നമുക്ക് സ്നേഹമുണ്ടാവും. ഇന്ന് കർത്തമേശ ശുശ്രൂഷ ഗൗരവത്തോടെ സത്യസന്ധമായിട്ട് അനുഭവിക്കുക. എന്തൊക്കെയാണ് ദൈവാത്മാവ് നമ്മളെ ഓരോരുത്തരെയും ആ കരച്ചിലുള്ളവരുടെ ഉള്ളിൽ ദൈവാത്മാവിന്റെ ആത്മാവ് ഒരിക്കൽ കൂടെ അഭിഷേകം ചെയ്യട്ടെ, നിറക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആ ആത്മനിറവിൽ നമുക്ക് ഈ ശുശ്രൂഷ നമ്മളെ സഹായിക്കും. പ്രിയമുള്ളവരെ, കേട്ട വചനങ്ങളൊക്കെ ഒരു വീണ്ടും സഹോദരന്മാരിലൂടെയൊക്കെ കേട്ട വചനങ്ങളൊക്കെ വീണ്ടും ഒരു അറിവായിട്ടിരിക്കാതെ അത് നമ്മുടെ അനുഭവമായി വിശ്വാസമായി തീർന്നില്ല എങ്കിൽ പ്രയോജനമില്ല എന്ന് ഓർമ്മിപ്പിക്കട്ടെ. നമുക്ക് നമ്മളെ തന്നെ പരിശോധിക്കാം. നമ്മുടെ വിശ്വാസവും സ്നേഹവും ഈ കഴിഞ്ഞ നാളുകളിൽ വർദ്ധിച്ചു വന്നിട്ടുണ്ടോ, അതോ ശോഷിച്ചു പോയിട്ടുണ്ടോ എന്നുള്ളത് അത് പരിശോധിക്കാനുള്ള ചില വചനങ്ങളാണ് നമ്മൾ ഇന്ന് കേട്ടത്. നമ്മൾ നമ്മളെ തന്നെ പരിശോധിക്കുമ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് കേട്ട വചനങ്ങൾ അതുപോലെ തന്നെ വിശ്വസിച്ച് നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ മറിയയുടെ വിശ്വാസത്തെ കുറിച്ച് പറയുമ്പോൾ അവിടെ ഒരു വാക്യം പറയുന്നുണ്ട്, വിശ്വസിച്ചവരാണ് അനുഗ്രഹീതരാകുന്നത് എന്നുള്ളത്. ഇല്ല, ലൂക്കോസ് 1 നമുക്ക് വേണ്ട അനുഗ്രഹം അതാണ്. ലൂക്കോസ് 1:45 കർത്താവ് തന്നോട് അരുളി ചെയ്തത് നിറവേറുമെന്ന് വിശ്വസിച്ചവർ ഭാഗ്യവതി എന്ന് മറിയയെ കുറിച്ച് എലിസബത്ത് പറയുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ നമുക്ക് ഏറ്റെടുക്കാം. അല്ലെങ്കിൽ നമ്മളോട് കർത്താവ് അരുളി ചെയ്യുന്നത് എവിടെയാണ്? നമ്മൾ എവിടെ നിന്നാണ് കേൾക്കുന്നത്? ഇപ്പോൾ നമ്മൾ കേട്ടു. നമ്മളോട് കർത്താവ് അരുളി ചെയ്യുന്നത് എവിടെ നിന്നാണ്? ദൈവവചനത്തിലൂടെ. കർത്താവ് ദൈവവചനത്തിലൂടെ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ ബാക്കി എന്താ കാര്യങ്ങൾ നിറവേറുമെന്ന് വ്യക്തിപരമായിട്ട് പറയണം. നിറവേറുമെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ അവരാണ് അനുഗ്രഹീതർ. നമുക്ക് അതാണ് വേണ്ടത്. അങ്ങനെ നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ പരിശോധിക്കേണ്ടത്. നമ്മുടെ വിശ്വാസം പ്രകാരമുള്ളതാണോ? എല്ലാം ദൈവം അരുളി ചെയ്തിരിക്കുന്നത് എല്ലാം നിറവേറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് നമുക്ക് മറിയ പറഞ്ഞു. ഞാൻ പറയുന്നു, മറിയ പറഞ്ഞു എന്നുള്ളതല്ല, ഞാൻ അങ്ങനെ തന്നെ നിറവേറുമെന്ന് ഞാൻ പറയുന്നു എന്ന് മറിയയുടെ ഏറ്റുപറച്ചിൽ നമ്മുടെ ഏറ്റുപറച്ചിലായിട്ട് മാറണം. അതാണ് വിശ്വാസം. നമുക്ക് പരിശോധിക്കാം വിശ്വാസത്തിന്റെ വർധന തരത്തിലാണോ. ഇനി ദൈവത്തോടുള്ള സ്നേഹത്തെക്കുറിച്ചും അത് ഈ ബന്ധത്തിൽ പറയാം. ഒരു വചനം ദൈവവചനത്തിൽ അരുളി ചെയ്തിരിക്കുന്നത് വായിച്ചിട്ട് അത് നമ്മളുടെ ജീവിതത്തിൽ നിറവേറുകയാണെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുന്നു, നിറവേറുന്നില്ലെങ്കിൽ 1 യോഹന്നാൻ 2-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം.
ഇപ്പൊ വായിച്ചു. വായിച്ചത് എന്താണ്? അത് മനസ്സിലായി. അതെന്താണ്? അത് വായിച്ച കാര്യം ഒരു വചനമാണ്. അതിനെക്കുറിച്ച് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇത് ദൈവവചനമാണെന്നുമല്ല, ഒന്നുകൂടെ വേറെ രീതിയിൽ പറയാം. അല്ലല്ല, ഇതിപ്പോ ലോകത്തെ ലോകത്തിലുള്ള സ്നേഹിക്കുന്നവനിൽ ദൈവത്തിന്റെ സ്നേഹമില്ല, പിതാവിന്റെ സ്നേഹം അവനിലില്ല. സ്നേഹിക്കരുത് ഒരു കൽപ്പനയും അവനിൽ പിതാവ് സ്നേഹമില്ല എന്ന് പറഞ്ഞ ഒരു കാര്യം, ആ വചനം നമുക്ക് മനസ്സിലായി. പക്ഷെ ഇത് എന്താണെന്നാണ് ഞാൻ ചോദിച്ചത്. ഇത് ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമ്മളിപ്പോൾ വായിച്ച വാക്യത്തോട് ചേർത്ത ഒരു ഉത്തരവാണ് ഞാൻ പ്രതീക്ഷിച്ചത്, ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. അങ്ങനെ ഇത് എന്താണ്? കർത്താവ് അരുളി ചെയ്ത കാര്യമായിട്ട് കണ്ടാൽ ആണോ? കണ്ടോ? എന്നിട്ട് വിശ്വസിച്ചോ ഇല്ലയോ എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത്. എന്താ മനസ്സിലായോ പറയുന്നത്? ലോകത്തിലുള്ളവരെ സ്നേഹിക്കരുത്. എന്താ വായിച്ചത്? ലോകത്തെയും ലോകത്തിലുള്ളവരെ യാതൊരു നിയമവും സ്നേഹിക്കരുത്. ഒരാൾ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ പിതാവിന് സ്നേഹം അയാളിലില്ല. പിന്നെ താഴോട്ട് ലോകസ്നേഹം എന്താണെന്നും പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ഇത്രേ ചോദിച്ചുള്ളൂ, ഇത്രേ നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളൂ. നമുക്ക് അങ്ങനെ തന്നെ നമ്മളോട് തന്നെ ചോദിക്കാം, ഇത് കർത്താവ് അരുളി ചെയ്ത ഒരു കാര്യമായിട്ട് ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? അപ്പോൾ എന്താണ്? നമ്മൾ ഇനി നാളെ മുതൽ നമ്മുടെ ദൈവത്തോടുള്ള സ്നേഹത്തെ ഇതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കും. അല്ല വേറെ ഒന്നിന്റെ അടിസ്ഥാനത്തിലല്ല. നമ്മൾ മീറ്റിങ്ങിൽ വരുന്നതോ അല്ലെങ്കിൽ വലിയ വലിയ വായിൽ സംസാരിക്കുന്നതോ വിറയ്ക്കുന്ന പോലെ പ്രാർത്ഥിക്കുന്നതോ കരയുന്ന പോലെ പ്രാർത്ഥിക്കുന്നതോ കണ്ണുനീരോടെ പാട്ട് പാടുന്നതോ ഒന്നുമല്ല ദൈവത്തോടുള്ള സ്നേഹം. ഇതൊക്കെ ചെയ്തു ലോകത്തെ സ്നേഹിച്ച എന്ത് കാര്യം? ഇതൊക്കെ നമുക്ക് അല്ലാതെ ലോകത്തെ സ്നേഹിച്ചുകൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങളോ ഇതൊക്കെ? ഏതൊക്കെ? പാട്ട് പാടാനും പ്രാർത്ഥിക്കാനും സഭായോഗത്തിന് കൂടാനും ഒരുപാട് ഉച്ചത്തിൽ സ്തോത്രം ചെയ്യാനും എല്ലാം പറ്റും ലോകത്തെ സ്നേഹിച്ചുകൊണ്ട്. ലോകത്തെ സ്നേഹിച്ചുകൊണ്ട് ഇതെല്ലാം ചെയ്യാം. ഇതെല്ലാം ചെയ്യുന്നത് കൊണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നത് പറയാൻ പറ്റത്തില്ല. ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ കർത്താവ് അരുളി ചെയ്തത് നിറവേറുമെന്ന് വിശ്വസിക്കുന്നവർ, അപ്പൊ അത് വിശ്വസിക്കുന്നുവെങ്കിൽ നാളെ പോലും നമ്മൾ പരിശോധിക്കേണ്ടത് എങ്ങനെയാണ് ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളത്. അല്ലെങ്കിൽ ഇന്ന് പോലും നമ്മൾ ഇന്ന് ദൈവവചനം കേട്ടു, ഇപ്പോൾ പുതുതായിട്ട് കേട്ടത് തന്നെ വിചാരിച്ചു. ഇതൊരു 100 തവണ കേട്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ വിശ്വസിക്കും. ഇന്ന് പുതിയതായിട്ട് കേട്ടു. നമുക്ക് നമ്മളെ തന്നെ എങ്ങനെ പരിശോധിക്കണം? നമ്മളെ ദൈവം ആഗ്രഹിക്കുന്നത് അങ്ങനെ ജീവിക്കാനാണ്. ഈ തലമുറയിൽ വ്യത്യസ്തരായിട്ട് എങ്കിൽ നമുക്ക് ഇങ്ങനെ ഏറ്റെടുക്കാം. നമ്മളെങ്ങനെ പരിശോധിക്കും? ലോകത്തിലുള്ള ഏതെങ്കിലും എന്നെ ഞാൻ സ്നേഹിച്ചാൽ എന്നിൽ ദൈവസ്നേഹം ഇല്ല. ഞാൻ ദൈവത്തിന്റെ കൂടെ അല്ല. ഞാൻ എത്ര സഭായോഗം കൂടിയാലും എത്ര പരിശുദ്ധരാണെന്നുള്ള ഭാവത്തിൽ നടന്നാലും വിശുദ്ധരാണെന്നുള്ള ഭാവത്തിൽ സംസാരിച്ചാലും ഞാൻ ദൈവത്തിന്റെ കൂടെ അല്ല. ദൈവത്തെ സ്നേഹിക്കുന്നില്ല, ലോകത്തെ സ്നേഹിച്ചുകൊണ്ട്. ഇങ്ങനെ ഓരോ കാര്യത്തിലും ഇപ്പൊ ഞാൻ ഒരു വാക്യമാണ്, ഇതുപോലെ ഒത്തിരി വാക്യങ്ങളൊക്കെ എടുത്ത് ഇപ്പൊ നമുക്ക് പരിശോധിക്കരുതോ? ഒത്തിരി വാക്യങ്ങൾ എടുക്കരുതോ? ദൈവത്തിന്റെ കൽപ്പനകളായിട്ടുള്ള പ്രമാണങ്ങൾ ഓരോന്നും എടുത്തു വെച്ച് നമുക്ക് ഇങ്ങനെ പരിശോധിക്കാം. അങ്ങനെയാണോ? ശരിക്കും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പിന്നെ എന്തെങ്കിലും കോപം, കള്ളത്തരം, വ്യാജഭാവം, പണസ്നേഹം, സൗമ്യതയില്ലായ്മ, നിഗളം, ഇതെല്ലാം മാറ്റം ഉണ്ടാവുന്നല്ല, മാറും. നമ്മൾ പ്രമാണം ഇത് എഴുതിയിരിക്കുന്നത് ദൈവത്തിന്റെ അരുളപ്പാടെന്ന് നിറവേറുമെന്ന് വിശ്വസിക്കുമ്പോൾ അത് നടന്നിരിക്കും. അങ്ങനല്ലേ? അങ്ങനെ സംഭവിക്കണ്ടേ? വിശ്വാസം എന്ന് പറയുന്നത് അതാണ്. അപ്പോഴാണ് നമ്മൾ വാസ്തവത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നത്. വിശ്വാസത്തിൽ നിന്നാണ് ദൈവത്തോടുള്ള സ്നേഹം വരുന്നത്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നമുക്ക് പ്രാർത്ഥനയ്ക്കാട്ടെ. നമ്മളെ തന്നെ പരിശോധിച്ചു നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പ്രാർത്ഥനയ്ക്കാട്ടെ. എഴുന്നേറ്റ് നിൽക്കാൻ ആരോഗ്യമുള്ളവർക്ക് എല്ലാം എഴുന്നേറ്റ് അല്പസമയം നമുക്ക് പ്രാർത്ഥന ചെലവഴിക്കാം. ഇത് തന്നെ താനുള്ള സമർപ്പണത്തിന്റെയും പരിശോധനയുടെയും അനുതാപത്തിന്റെയും സമയമാണ്. ഇത് കർത്തവ്യ ശുശ്രൂഷയിലേക്ക് പങ്കെടുക്കുന്നതിന് മുമ്പ് നമുക്ക് ഇങ്ങനെ ഒരു പരിശോധനയുടെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഒരു സമർപ്പണത്തിന്റെ ആവശ്യമുണ്ട്. ഇല്ലെങ്കിൽ അതൊരു ചടങ്ങായി പോകും. നമ്മളെ സത്യസന്ധമായിട്ട് ഇത് കേട്ട വചനത്തിന് മുമ്പ് നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കുകയും സമർപ്പണം നടത്തുകയും ഏറ്റുപറയുകയും ചെയ്തില്ല എങ്കിൽ ഈ കേട്ട കേൾവിയായിട്ട് തന്നെ ഇരിക്കും. ഇതൊരു ആഴത്തിലുള്ള ഒരു പരിശോധനയിലേക്ക് പോട്ടെ. സഹോദരന്മാരിലൂടെ എല്ലാം കേട്ട വചനം. പ്രിയമുള്ളവരെ,
നമ്മുടെ ജീവിതത്തെ പരിശോധിക്കാൻ വേണ്ടിയുള്ളതാണ്. കർത്താവ് തന്നെ പറഞ്ഞതാണ്, അവസാന നാളിൽ ശോഷണം സംഭവിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട മുഖ്യമായ നമ്മുടെ ആത്മീയതയുമായി ബന്ധപ്പെട്ട്, ദൈവവുമായി ബന്ധപ്പെട്ട് ഗൗരവത്തോടെ കാണേണ്ട രണ്ട് കാര്യങ്ങളാണ് വിശ്വാസവും സ്നേഹവും. ദൈവത്തോടുള്ള സ്നേഹവും സൗരവുമാണ് ദൈവത്തിലുള്ള വിശ്വാസം. സാഹചര്യങ്ങളുടെ നടുവിൽ നമ്മൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് പരിശോധിച്ചുകൊണ്ട് നമുക്ക് ഏറ്റുപറയാം. വചനത്തെ അതിന്റെ ഗൗരവത്തോടെ എഴുതിയിരിക്കുന്ന വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കാത്തതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഭാരപ്പെട്ടതെന്നുള്ളത് നമുക്ക് തിരിച്ചറിയാം, നമുക്ക് ഏറ്റുപറയാം. ദൈവത്തോടുള്ള സ്നേഹം വാസ്തവത്തിൽ അവിടെ ഇല്ലാത്തതുകൊണ്ടാണ് കൽപ്പനകളെ അനുസരിക്കാതിരുന്നതെന്നുള്ളത് നമ്മൾ ഏറ്റുപറയാം. നമ്മുടെ ഭക്തി എല്ലാം പുറമേ ഉള്ളതായിരുന്നു എന്നുള്ളത് സത്യസന്ധതയോടെ നമുക്ക് കണ്ണുനീരോടെ ഏറ്റുപറയാം. ഈ ഭക്തിയുടെ വേഷം എല്ലാം അഴിച്ചു വെച്ച് നമുക്ക് സത്യസന്ധയോടെ ദൈവസന്നിധിയിൽ ചെല്ലാം. നമ്മളെ ഉള്ളതുപോലെ അറിയുന്ന ദൈവത്തിന് മുമ്പിൽ നമ്മൾ നിൽക്കുന്നത്, നമ്മളായിരിക്കുന്ന പോലെ അറിയുന്ന ദൈവത്തിന് മുമ്പിലാണ്. നമുക്ക് മനുഷ്യരുടെ മുമ്പിൽ ഒരുപാട് കാളത്തരങ്ങൾ കാണിക്കാം, നമുക്ക് മനുഷ്യരുടെ മുമ്പിൽ ഒരുപാട് വേഷങ്ങൾ കാണിക്കാം. പക്ഷെ ദൈവത്തിന്റെ മുമ്പിൽ, സർവശക്തനായ ദൈവത്തിന് മുമ്പിൽ നമുക്ക് ഒരു കാപട്യവും പറ്റത്തില്ല, നമുക്കൊന്നും കാണിക്കാൻ പറ്റത്തില്ല. ദൈവത്തെ മുമ്പാകെ, അവിടുത്തെ മുമ്പാകെ എല്ലാം തുറന്നിരിക്കുന്നു. നമുക്ക് ആ ദൈവത്തിന്റെ അടുക്കിലേക്ക് ചെല്ലാം. നമ്മൾ നിൽക്കുന്നത് അവിടെയാണെന്നുള്ള ബോധത്തോടെ നമുക്ക് തുറന്ന് സമ്മതിക്കാം, കർത്താവേ, എന്റെ ഉള്ള അവസ്ഥയിൽ എന്റെ യഥാർത്ഥ എന്റെ ഉള്ളതുപോലെ ഞാനിതാ വരുന്നു കർത്താവേ. ഞാൻ ഇതുവരെ ഉണ്ടായിരുന്നതിന് വ്യത്യസ്തമായിട്ട് തന്നെ കർത്താവെ കേൾപ്പിച്ച കാര്യങ്ങൾ ഈ പുതിയ വർഷത്തിലേക്ക് കടക്കുമ്പോൾ അവിടുന്ന് ഭാരത്തോടെ പറഞ്ഞു, വിശ്വാസവും സ്നേഹവും കുറഞ്ഞു പോകുന്നുവെന്ന്. എന്നാൽ കർത്താവ്, ഞങ്ങൾ ഇന്ന് അത് പരിശോധിച്ചിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ അത് വർദ്ധിച്ചൊരുപാട് തക്കവണ്ണം ഞങ്ങൾ ഇന്ന് അവിടുത്തെ മുമ്പാകെ വീണ്ടും കരയുന്നു. അവിടുത്തെ ആത്മാവിനാൽ നിറഞ്ഞ ശിഷ്യന്മാരുടെ മേൽ പാർത്ത അതേ ആത്മാവ്, പെന്തിക്കോസ്ത് നാളിൽ പാർത്ത അതേ ആത്മാവിന്റെ ശക്തിയാൽ ഞങ്ങളുടെ പേരും അതേ കർത്താവ് ഇപ്പോൾ സ്നേഹവും വിശ്വാസവും വർദ്ധിപ്പിക്കുവാൻ തക്കവണ്ണം അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളുടെ മേലും നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം വ്യക്തിപരമായിട്ട്. എന്റെ മേൽ കർത്താവെ ഇന്ന് പുതിയതായിട്ട് ഒരു പുതിയ അനുഭവം പോലെ അവിടുത്തെ ആത്മാവിനെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. എനിക്ക് ഇനി അടുത്ത ദിവസം മുതൽ, ഇനി അടുത്ത നിമിഷം മുതൽ, ഈ മീറ്റിംഗ് കഴിഞ്ഞാൽ കർത്താവ് വ്യത്യസ്തമായ ജീവിതം, സ്നേഹത്തിലും വിശ്വാസത്തിലും തികച്ചും വ്യത്യസ്തമായ രീതിയിൽ എന്നെ ജീവിപ്പിക്കുവാൻ നോക്കണം. പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാവരുടെ ഹൃദയത്തിൽ ഒരുപോലെ ഒരുമിച്ച് ശബ്ദത്തിൽ പ്രാർത്ഥിക്കാം. എല്ലാവരുടെയും ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥനയുടെ ശബ്ദം വരട്ടെ. ഹൃദയത്തിൽ സംഗമത്തിനെ പരിശോധിച്ചുകൊണ്ട് ദേവസേനയിൽ ഹൃദയങ്ങളെ പകരാം. അതേ കർത്താവേ, നിറയ്ക്കണമേ കർത്താവേ, ഞങ്ങളെ അവിടുത്തെ ആത്മാവിനാൽ നിറയ്ക്കണം. നന്ദി കർത്താവ്. ഞങ്ങളുടെ സ്വർഗ്ഗപിതാവേ, പ്രിയ കർത്താവേ, യോഗ്യതയോടെ ഇതിൽ പങ്കെടുക്കുവാൻ തക്കണം ഞങ്ങളെ ഓരോരുത്തരുടെ ഉള്ളിൽ അവിടുത്തെ ആത്മാവിനാൽ നിറയ്ക്കണമേ. സത്യസന്ധയോടെ കർത്താവെ തങ്ങളെ തന്നെ പരിശോധിച്ചുകൊണ്ട് ഹൃദയവും കർത്താവെ അവിടുത്തെ മുമ്പാകെ കർത്താവെ ആത്മാവിന്റെ ദാഹത്തോടെ വന്നിട്ടുള്ള ഓരോരുത്തരും അവിടുത്തെ ആത്മാവിനെ ഇപ്പോൾ പാർന്നിരിക്കാതെ സ്തോത്രം. അതേ കർത്താവെ, പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഞങ്ങൾക്ക് തികഞ്ഞ വിശ്വാസത്തോടെയും തികഞ്ഞ വിശ്വാസത്തോടെയും തികഞ്ഞ സ്നേഹത്തോടെയും ജീവിക്കുവാൻ തക്കൊണ്ട് ഞങ്ങളെ സഹായിക്കണമെങ്കിൽ വരും ദിവസങ്ങളിൽ കർത്താവെ ഈ കേൾവിയൊക്കെ ചതിക്കാനിടയാകാതെ വണ്ണം കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ അത് അനുഭവമായി കർത്താവെ അനുസരണത്തിന്റെ അനുഭവമായി മാറുവാൻ തക്കണം. വചനത്തിന്റെ ഓരോ പ്രമാണവും കർത്താവെ അനുസരണത്തിന്റെ അനുഭവമായി മാറുവാൻ തക്കൊണ്ടുള്ള കർത്താവ് ഉറച്ച വിശ്വാസം ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകണമേ. കർത്താവ് കൽപ്പനകളെ അനുസരിക്കുവാൻ തക്കൊണ്ടുള്ള അങ്ങയോടുള്ള സ്നേഹം കർത്താവ് ഒട്ടും കുറയാതെ നിലനിൽക്കുവാൻ തക്കൊണ്ട് ആത്മാവിനാലും ഞങ്ങൾ നിൽക്കണമേ. കർത്താവെ, ഇതൊരു താൽക്കാലികമായിട്ടുള്ള ഉണർത്തിലാട്ടിരിക്കാതെ കർത്താവ് വരും ദിവസങ്ങളിൽ ഞങ്ങളെ ശക്തിയോടെ നടത്തുന്ന അവിടുത്തെ വലിയ പ്രവൃത്തിയായിട്ട് ഞങ്ങളിൽ രൂപാന്തരം പ്രാപിക്കണമേ, ഫലം പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയായി ഞങ്ങളെ അവിടെ നിന്ന് അനുഗ്രഹിക്കാൻ പോകുന്നുണ്ട്. സ്തോത്രം കർത്താവെ. ഇത് മറ്റുള്ളവരുടെ കർത്താവ് ഈ ലോകത്തിന് മുമ്പിൽ കർത്താവെ അവിടുത്തെ ജീവൻ വെളിപ്പെടുത്തുന്ന അനുഭവമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരും വ്യക്തിപരമായിട്ടും സഭയായി ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ അവിടുത്തെ ജീവനെ വെളിപ്പെടുത്തുന്നവരാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടെ ചെയ്യാൻ പോകുന്നുണ്ട്. സ്തോത്രം നന്ദി. എല്ലാ മഹത്വവും കേൾക്കി നൽകുന്നു. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ തന്നെ.